ഞങ്ങളോടൊന്നായിരിക്കുന്ന സ്നേഹസമ്പൂർണനായ പിതാവായ ദൈവമേ, അങ്ങയുടെ വ്യക്തിപരമായ തിരഞ്ഞെടുത്ത ദിവ്യസ്നേഹം ആസ്വദിക്കുവാനും ആ സ്നേഹത്തോട് അല്പമെങ്കിലും ഒന്നായിത്തീരുവാനും സാധിച്ചതുകൊണ്ടാണല്ലോ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധമായ ഈ ആലയത്തിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ഏറ്റവും അയോഗ്യനും ഭാവിയുമായ എനിക്കും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാനിടയായത്. അബ്ബാ പിതാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനും ജീവൻ്റെ ഉറവിടമായ പിതാവിനോട് ഞങ്ങളെ മുഴുവനായി സംയോജിപ്പിക്കുവാനുമായി ഞങ്ങളുടെ ഒന്നായി തീർന്ന യേശുനാഥ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, വിശുദ്ധീകരിക്കുന്ന ദിവ്യസ്നേഹമേ, ദൈവിക ജീവൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുകയും ദൈവം സ്നേഹമാകുന്നു എന്ന വലിയ സത്യത്തെ ഞങ്ങളെ ഉറപ്പിക്കുകയും ക്രിസ്തീയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. സ്നേഹീശോയെ, അങ്ങയിൽ നിന്നും സ്നേഹം മുഴുവനായി സ്വീകരിച്ച് സ്നേഹമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ പ്രിയപ്പെട്ട വികാരിച്ചനെയും ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വന്ന പ്രിയപ്പെട്ട കൊച്ചനെയും ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, വിൻസെൻ്റ് ബ്രദറിനെയും ജോൺ ബ്രദറിനെയും ഡേവിഡ് സാറിനെയൊക്കെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ബെഞ്ചമിൻ സാറിനെ ഓരോരുത്തരെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ ഏറ്റവും അയോഗ്യനും പാപിയുമായ എൻ്റെ അധരങ്ങളിലൂടെ നീ തന്നെ സംസാരിക്കണമേ. എൻ്റേതായിട്ടൊരു വാക്കുപോലും ഇവിടെ സംസാരിക്കാൻ ഇടയാകരുതേ. നിൻ്റെ മഹത്വത്തിനായി ഈ നിമിഷങ്ങളെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശാന്തിയും സമാധാനവും അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധമേ മാതാവേ, പുൽക്കൂട് മുതൽ ഗാഗുൽത്ത വരെയും ഇതാ ഞാൻ ദാസി, നിൻ്റെ വചനം അനുഭവിക്കട്ടെ എന്ന് മാത്രമേറ്റ് പറഞ്ഞുകൊണ്ട് പരമപിതാവിന് തന്നെ തന്നെ സമ്പൂർണ്ണമായും അടിയറ വെച്ച പരിശുദ്ധമേ മാതാവേ, മക്കളായ ഞങ്ങളും അമ്മയെപ്പോലെ ദൈവഹിതം മാത്രം നിറവേറ്റി ജീവിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും കൃപയാൽ നിറയുവാൻ, പരിശുദ്ധാത്മാവ് നിറയുവാൻ അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ നീതിമാനായ പിതാവേ, ഭാരതസഭയ്ക്ക് ആദ്യമായി നൽകിയ വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ ചാവർ പിതാവ് പ്രയാസ്യാമി, വിശുദ്ധ മറിയം ത്രേസ്യായി, ഞങ്ങളുടെ ഈ രൂപതയെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുസപ്പാക്കി പിതാവിനോട് ചേർന്നുകൊണ്ട്, അഭിമന്യ നെറ്റോ പിതാവിനോട് ചേർന്നുകൊണ്ട്, അഭിമന്യ ക്രിസ്തുദാസ് പിതാവിനോട് ചേർന്നുകൊണ്ട്, ഞങ്ങളുടെ രൂപതയിലെല്ലാം വൈദിക ശ്രേഷ്ഠരോടും സന്യാസികളോടും അൽമായ സഹോദരനോടും ചേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നീ കൂട്ടായ്മയിൽ വരാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവരോട് ചേർന്നുകൊണ്ട്, ഇപ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ചേർന്നുകൊണ്ട്, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ തൃപ്പാദത്തിൽ അടിയറ വെച്ചുകൊണ്ടും ഞങ്ങൾ ദൈവമേ സ്വർഗീയവൃന്ദത്തോട് ചേർന്നുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവ്വ ചൈതന്യങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മഹത്വത്തിന്റെയും പൂർണ്ണതയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളോട് അരുളി ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണെന്ന് ഓരോ നിമിഷവും ഞങ്ങളോട് അരുളി ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒത്തിരി 2014 മുതൽ 2017 വരെ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ കൂട്ടായ്മയിൽ ഇപ്പോഴുണ്ട്. ഓരോരുത്തരെ ഓർത്ത് ഞാൻ നന്ദി പറയാണ്. വസ്തുത്തിൽ
ആമുഖമായിട്ട് 1-2 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു സന്ദേശം തുടങ്ങുകയാണ്. നിങ്ങളുടെ ആരുടെയും മുമ്പിൽ നിൽക്കാനായിട്ട് പ്രത്യേകമായിട്ട് യാതൊരു യോഗ്യതയില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ എന്നുള്ള സത്യം ഞാൻ ആദ്യമേ ഏറ്റുപറയുകയാണ്. കൃപയാൽ ദൈവം നമുക്ക് ജന്മം നൽകി, അല്ലേ? കൃപയാലാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ടുള്ളൂ. നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം തീരുമാനിച്ചത് ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജന്മം പോലും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഔദാര്യവും കാരുണ്യമാണെന്ന് നമുക്കറിയാം, അല്ലേ? നമുക്കും ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ ജനിക്കാമായിരുന്നു. അല്പം ഭേദപ്പെട്ട അവസ്ഥയിലൊക്കെ നമ്മളൊക്കെ ആയിത്തീർന്നെങ്കിൽ അത് കൃപയാലാണെന്നുള്ള വലിയ സത്യം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രിയപ്പെട്ട വിൻസെൻ്റ് ബ്രദർ പ്രാർത്ഥിച്ചതുപോലെ അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനുണ്ട് ഈ ദിവസം. നമുക്കവരെല്ലാം, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട അച്ഛൻ സുഖമില്ലെന്ന് അതുപോലെ കുഞ്ഞുമക്കൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളായിരിക്കുന്ന അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈശോയുടെ വാഗ്ദാനമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവർത്തികൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനെ ഞാൻ ചിലുപരിയായി അവൻ ചെയ്യും. ആരാ? ഞാനും നിങ്ങളും ചെയ്യും. അത് ഈശോയുടെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മളിലൂടെ അവൻ പ്രവർത്തിക്കും, നമ്മളിലൂടെ അവൻ ചെയ്യും. അത് ഈശോയുടെ വാഗ്ദാനമായതുകൊണ്ട് അതങ്ങനെ നിറവേറും. അതുകൊണ്ട് നമ്മുടെ ഈ നിമിഷങ്ങളിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിക്കുമ്പോൾ, ഈശോയുടെ നാമത്തിൽ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ വാഗ്ദാനമായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ സൗഖ്യവും വിമോചനവും ലഭിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദാനമായതുകൊണ്ടാണ്, നമ്മുടെ ആരുടെയും യോഗ്യതയല്ല, കൃപയാൽ. ഈ നിമിഷങ്ങളിൽ നമുക്ക് അല്പസമയം തിരുവചനം പങ്കുവയ്ക്കാം. നമ്മളൊക്കെ ധാരാളം ധ്യാനം കൂടിയിട്ടുള്ളവരാണ്, അല്ലേ? ഒത്തിരി ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. അവിടെ നമ്മൾ ഇന്നും അല്പം ആഴമുള്ള സത്യങ്ങൾ ധ്യാനിക്കുമായിരിക്കും നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നതുകൊണ്ട് കട്ടിയായി പോവുകയാണെങ്കിൽ പറയണമേ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 തിരുവചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 തിരുവചനം, വചനം നമ്മളോട് പ്രകാരം പറയുക, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ, അല്ലേ? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞാനൊരു അധ്യാപകനായിരുന്നുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോവുകയല്ല, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. ആത്മീയത എന്ന് പറഞ്ഞ മനുഷ്യൻ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നതിനപ്പുറം എളിമയാണ്. പൂർണ്ണാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് എളിമയാണ്, അല്ലേ? രണ്ടിടത്ത് പ്രസംഗിക്കുന്നതോ എന്തെങ്കിലും സന്ദേശം കിട്ടുന്നതോ അല്ലെങ്കിൽ കൈവച്ചപ്പോൾ സൗഖ്യം കിട്ടുന്നതോ, അതൊക്കെ എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് മിഠായി കൊടുക്കുന്ന പോലെയുള്ളൂ. അതൊന്നുമല്ല വലിയ കാര്യം. പക്ഷെ നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവാണ് സത്യമെന്ന് വായിക്കാൻ സാധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ, അതാണ് വാസ്തവത്തിൽ ആത്മീയത എന്ന് പറയാം. അല്ലാതെ പ്രസംഗിക്കുന്നതോ അതൊക്കെ കാര്യമുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയാം അതിനൊക്കെ അപ്പുറമാണ്, അല്ലെ? ആത്മീയത എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ എളിമ തന്നെയാണ്, അല്ലെ? എളിമ എന്താണെന്നുള്ളത് 2 മാതൃകയാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തന്നെ. പ്രധാനപ്പെട്ട 2 മാതൃക, അല്ലെ? ഒന്ന്, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ പറയുന്നുണ്ട്, ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, അല്ലെ? ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനാവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അമ്മ പറഞ്ഞു ഒരിക്കൽ, അതുകൊണ്ട് തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്നാ പറഞ്ഞത്, യോഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്നല്ല പറഞ്ഞു, അല്ലെ? ദാസിയുടെ താഴ്മ. അതുപോലെ തന്നെ ദൈവമായ സമാനത കൈവെടിഞ്ഞ് ദാസൻ രൂപം സ്വീകരിച്ച ഈശോ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കയറിയപ്പോഴും എൻ്റെയും നിങ്ങളുടെയും പാദം കഴുകി ചുംബിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചത്. അത് പക്ഷേ ബുദ്ധികൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, അങ്ങനെയാണ്. നമ്മളൊരു ബലി അർപ്പിക്കാൻ വരുമ്പോൾ, ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ, ഒരു വചനവേദിയിലേക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയ വാതുക്കൽ കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെയും നിങ്ങളുടെയും പാദം കഴുകി ചുംബിച്ചിട്ടാണ് അവൻ നമ്മളെ ഈ ദേവാലയത്തിലേക്ക് കടത്തിവിടുന്നത്. ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ യാഥാർത്ഥ്യമാണത്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് അല്പം ആഴമുള്ള സത്യം ധ്യാനിക്കാം.
അല്ലേ? ഞാനപ്പോൾ അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അത് വേറൊന്നിനും വേണ്ടിയിട്ടില്ല, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാം, ഉറക്കം വരാതൊക്കെ ഇരിക്കാനും കൂടെയാണ്. നമ്മൾ പറഞ്ഞ ഇതാണ് അല്ലെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 തിരുവചനം. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അല്ലെ, യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് സത്യം എന്ന് പറയാമോ? എന്താണ് സത്യം? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഈശോ ആണ് സത്യം. അല്ലേ? ലോക ചരിത്രത്തിൽ ഒരൊറ്റ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ എന്താണ് സത്യം എന്ന്. എവിടെ എഴുതിയിരിക്കുന്നത്? അല്ലെ, ഈ ഒരൊറ്റ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ എന്താണ് സത്യമെന്ന്. അല്ലേ? എവിടെ എഴുതിയിരിക്കുന്നേ? യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലേ? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ആരാ? യേശു. അല്ലെ, യേശു എന്ന വ്യക്തിയാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവാണ് സത്യം. ഇനി അറിയുക എന്ന മലയാള പദത്തിന്റെ അർത്ഥം എന്താന്ന് പറയാമോ? അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കുക എന്ന് വേണേൽ പറയാം, അനുഭവിച്ചറിയാന്ന് പറയാം. എന്തോ ആഴത്തിലറിയുക, ആഴത്തിലറിയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഇച്ചിരി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഓക്കെ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അല്ലെ, സത്യം നമ്മൾ പറഞ്ഞു യേശു എന്ന വ്യക്തിയാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും യേശുവാണ് സത്യം. അറിയുക എന്ന മലയാള പദത്തിന്റെ അർത്ഥം വ്യക്തിത്വം സംയോജിക്കുക എന്നാണ്. വ്യക്തിത്വം സംയോജിക്കുക. എൻ്റെ വ്യക്തിത്വം ഈശോയുടെ വ്യക്തിത്വത്തോടെ ഏകീഭവിക്കുമ്പം, താതാത്മ്യപ്പെടുമ്പോൾ, ഒന്നായി തീരുമ്പം, അപ്പോഴാണ് നമ്മൾ സത്യം അറിയുന്ന വ്യക്തിയായി തീരുന്നത്. അല്ലെ, വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വ്യക്തിത്വം ഒന്നായി തീരാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നു അവനും പിതാവിനെ അറിയുന്നു. അല്ലെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയുന്ന ഏക വ്യക്തി ദൈവം മാത്രമാണ്. അല്ലെ, ദൈവത്തെ അറിയുന്ന ഏക വ്യക്തി ദൈവം മാത്രമാണ്. ദൈവത്തിന്റെ ഈ അറിവിൽ ദൈവം മനുഷ്യന് പങ്കുതരുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ അറിയാൻ തുടങ്ങുക. ശരിയാണോ? നമ്മൾ വായിക്കും, തിരുവചനം പഠിപ്പിക്കുന്നതാണ്, പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നു അവനും പിതാവിനെ അറിയുന്നു. അപ്പൊ ദൈവത്തെ അറിയുന്ന ഏക വ്യക്തി ദൈവം മാത്രമാണെങ്കിൽ ആ അറിവ് ദൈവം എനിക്കും നിനക്കും തരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുക. കട്ടിയായി പോകുന്നുണ്ട്, പറയണേ പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ദൈവം സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിന്റെ ഔദാര്യവും കാരുണ്യവും അതേപടി എന്നിലൂടെ ഒഴുകുമ്പോൾ, ദൈവത്തിന്റെ അതേ ക്ഷമ എന്നിലൂടെ ഒഴുകുമ്പോൾ, ക്ഷമിക്കുമ്പോൾ അതേ ക്ഷമ എന്നിലൂടെ വരുമ്പോൾ മാത്രമേ ഞാൻ ദൈവത്തെ അറിയുന്നുള്ളൂ. യോജിക്കാൻ സാധിക്കുമോ? അതിനോട് യോജിക്കാൻ സാധിക്കുമോ? ശരിയാണോ ഇല്ലയോ? സംശയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമാണ്. ഞാൻ എൻ്റെ ഈ പ്രിയപ്പെട്ട ഡേവിഡ് സാറിനെയൊക്കെ ഓർക്കുമ്പോൾ, ഞാൻ ഒത്തിരി ഒരാത്മാവ് ഒരു ജീവനിൽ ഇവിടെ ഞാൻ 3 വർഷം ഉണ്ടായിരുന്നപ്പം ഞങ്ങളൊക്കെ അനന്തപുരി കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തിച്ചാണ്. പ്രിയപ്പെട്ട ജോൺ ബ്രദർ ഞാൻ ഈ ദിവസങ്ങളിൽ പരിചയപ്പെട്ടു. പക്ഷേ ഒരു വലിയൊരു ബന്ധം, കാരണം എന്തോ വേറൊന്നും അല്ല, കാന്തം അല്ലേ, ഇരുമ്പ് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടിരുമ്പോൾ അത് ഒന്നാവുന്നത് പറയുന്ന പോലെ അല്ലേ, ഒരു ബന്ധം. അപ്പൊ ആത്മീയത അല്ലെ ക്രിസ്തീയത എന്ന് പറയുന്നത് നിർഭാഗ്യവശാല് ഈ ആത്മീയതയുടെ ആനന്ദത്തിലേക്ക് മനുഷ്യനെത്തുന്നില്ല. അല്ലെ, പള്ളിയിൽ പോകുന്നുണ്ട്, ഉദാശയൊക്കെ സ്വീകരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടോ എവിടെയോ ഈ ഡേവിഡ് സാറൊക്കെ നമ്മളൊക്കെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തപ്പോൾ ഞാനൊക്കെയാണ്, അദ്ദേഹം ചായയും കൊണ്ടുവന്ന് കൊടുക്കും. അല്ലെ, ഞങ്ങൾക്കൊക്കെ ചായയും വാങ്ങിച്ചുകൊണ്ട് വരും. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകും. എത്രമാത്രം താഴ്മയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നു. ആ ഒരു ആത്മീയത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അനന്തപുരി കൺവെൻഷൻ ഇങ്ങനെയൊക്കെ ആയി പോവായിരുന്നു എന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ,
ആത്മീയത എന്ന് പറയുന്നത് എളിമയാണ്. രണ്ടിടത്ത് പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശം കിട്ടുന്നതോ അല്ലെങ്കിൽ കൈവച്ചപ്പോൾ സൗഖ്യം കിട്ടുന്നതോ അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് മിഠായി കൊടുക്കുന്ന പോലെ ഉള്ളൂ. അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യമാണ്. പക്ഷെ എൻ്റെ ജീവിതം അങ്ങനെ കണ്ടവരുണ്ട് അല്ലേ? ലോകപ്രസിദ്ധനായ ഹിന്ദി സിനിമാ സംവിധായകൻ മൃണാൾ സെൻ പാവപ്പെട്ട മദർ തെരേസയെ നോക്കിക്കൊണ്ട് വിളിച്ച ഒരു പേരുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് മദർ തെരേസ മൃണാൾ സെൻ വിളിച്ച ക്രൈസ്തവനാണ് അല്ലേ? മൃണാൾ സെൻ മദർ തെരേസയെ വിളിച്ച പേരെന്തെന്നറിയാമോ? പറഞ്ഞതാണ്, കൽക്കട്ടയിലെ തെരുവിൽ സാരി എടുത്ത ക്രിസ്തുവിനെ ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. സാരി എടുത്ത ക്രിസ്തു എന്നാണ് വിളിച്ചത്. ഫ്രാൻസിസ് ഓഫ് അസീസി അല്ലേ? ഫ്രാൻസിസ് ഓഫ് അസീസി നമുക്കറിയാം. തിരുസഭ അസീസി പുണ്യാളനെ വിളിച്ചാരാ? എന്താ? ദ സെക്കൻഡ് ക്രൈസ്റ്റ് എന്നാ വിളിച്ചേ അല്ലേ? രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പം നമ്മൾ പറഞ്ഞത് ആ അറിവ് ലഭിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ഈശോ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കുകയും ഈശോ ക്ഷമിക്കുന്ന പോലെ തന്നെ ക്ഷമിക്കുകയും ഈശോ ആർദ്രതയും കാരുണ്യവും കാണിക്കുന്ന പോലെ തന്നെ അതേ കാരുണ്യവും അതേ ആർദ്രതയും അവരിലൂടെ ഒഴുകിയപ്പോൾ അവരെ കാണാതെ അവരിൽ പ്രകാശിക്കുന്ന ദൈവത്തെ ലോകം കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് സാരി എടുത്ത ക്രിസ്തു എന്നും രണ്ടാമത്തെ ക്രിസ്തു എന്നും ഒക്കെ വിളിച്ചത് അല്ലേ? ഒരു പാവപ്പെട്ട ബർണിങ്ങാനത്തെ ഒരു പാവപ്പെട്ട അൽഫൻസാമ ഉണ്ട്. അൽഫൻസാമയുടെ ടോംബിൽ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം. ആ അമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ലോകത്തിൻ്റെ സ്നേഹവും ബഹുമാനവും കൈപ്പായി പകർത്തണമേ. വേറെ ഒന്നുമല്ല പ്രാർത്ഥിച്ചത്, ലോകത്തിൻ്റെ സ്നേഹവും ബഹുമാനവും കൈപ്പായി പകർത്തണമേ. ഫ്രാൻസിസ് ഓഫ് അസീസി പ്രാർത്ഥിച്ചെന്താ? കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. മേക്ക് മീ അൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ്. നമ്മളിതെല്ലാം പറഞ്ഞ ഒറ്റ കാര്യത്തിനാണ്. ആത്മീയ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കണ്ടിട്ട് ക്രിസ്തുവാണ് സത്യമെന്ന് മറ്റുള്ളവർക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇനി വേറെ ഒരിടത്തും പോകണ്ട. നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ നോക്കിക്കൊണ്ട് എന്ത് പറയുന്നു, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ഇടവകക്കാർ അല്ലേ, നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാകേണ്ടവരാണ് അല്ലേ? ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളാകേണ്ടവരാണ് അല്ലേ? നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണരുത്. വാസ്തവത്തിൽ ഈശോയെ നമ്മളിലൂടെ കാണണം. അങ്ങനെ ഒരു ആധ്യാത്മികത നമ്മളിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എളിമപ്പെട്ടേ പറ്റൂ അല്ലേ? നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അവസ്ഥ ജനിച്ചിരി അല്ലേ? അല്പം വിദ്യാഭ്യാസം കിട്ടി, അല്പം ഭേദപ്പെട്ട ഒരു ജോലി കിട്ടിയിരിക്കും, അല്പം ഭേദപ്പെട്ട കുടുംബജീവൻ ലഭിച്ചു, അല്പം ഭേദപ്പെട്ട കുഞ്ഞുങ്ങളെ ലഭിച്ചു. ഇതെല്ലാം കൃപയാലാണെന്നുള്ള തിരിച്ചറിവ് നമുക്കറിയാം. ഇത് വിശുദ്ധ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ആത്മീയ ജീവിതത്തെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലേ? പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നമുക്കറിയാം, സാവൂളായിരുന്നപ്പോൾ സാവൂളിന്റെ ഒരു സ്വയാവബോധം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആരായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അവിടെ. ഞാൻ നിയമത്തിന് മുമ്പ് കുറ്റമില്ലാത്തവനാണ്, ഞാൻ യഹൂദ പ്രമാണിയാണ്, ഞാൻ ഗമാലിയലിന്റെ പാദപീഠങ്ങളിൽ നിന്ന് പഠിച്ചവനാണ്, ഞാൻ വലിയവനാണ്. ഇതായിരുന്നു സാവൂളായിരുന്നപ്പോൾ പൗലോസിന്റെ ചിന്ത. ഞാൻ ആരാന്ന് പറഞ്ഞേ? നിയമത്തിന് മുമ്പ് കുറ്റമില്ലാത്തവനാണ്, യഹൂദ പ്രമാണിയാണ്, ഗമാലിയലിന്റെ പാദപീഠങ്ങളിൽ നിന്ന് പഠിച്ചവനാണ്, ഞാൻ വലിയവനാണ്. എന്നാൽ നമുക്കറിയാം, അതേ സാവൂൾ ഒരു നിമിഷം അസ്തിത്വത്തിൻ്റെയും സർവ്വനന്മയുടെയും സമ്പൂർണതയായ ദൈവിക ജീവൻ അല്ലേ പൗലോസിലേക്ക് കടന്നു എന്നൊരു നിമിഷമുണ്ടായി. ഒരു നിമിഷം, സാവൂൾ നീ എന്തിന് എന്നെ ഉപദ്രവിക്കുന്നു? ആത്മാവും ജീവനുമായി യോഹന്നാൻ 6:63 പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനും. ആത്മാവും ജീവനുമായി വചനം സാവൂളിലേക്ക് തറച്ചു കയറിയപ്പോൾ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആദ്യമായി പറഞ്ഞത് എന്താ? ദൈവമേ, ഞാൻ നിയമത്തിന് മുമ്പ് കുറ്റമില്ലാത്തവനാണെന്നാണോ പറഞ്ഞേ? ഞാൻ യഹൂദ പ്രമാണിയാണെന്നാണോ പറഞ്ഞേ? ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാണെന്നാണോ പറഞ്ഞേ? ഒന്നുമല്ല പറഞ്ഞേ. ദൈവമേ, ഞാൻ ആരാന്ന് പറഞ്ഞേ? ദൈവമേ, ഞാൻ പാപികളിൽ ഒന്നാമനാകുന്നു. ഐ ആം ദ സിന്നമോസ്റ്റ് പേഴ്സൺ. ദൈവമേ, ഞാൻ പാപികളിൽ ഒന്നാമനാകുന്നു അല്ലെ? വേറെ ഒന്നും പറഞ്ഞാനില്ല. ഞാനൊരിക്കൽ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ പാപികൾ ഒന്നാമനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ഇത് ലോകത്ത് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നില്ല, ഈശോ തന്നൊരു സ്വരമാണ് പ്രിയപ്പെട്ടവരെ. എന്താന്ന് കേൾക്കണോ? ഈശോ പഠിപ്പിച്ചത് ഇതാണ്, എൻ്റെ വാക്കുകളല്ല, കർത്താവ് പഠിപ്പിച്ചത് എങ്ങനെയാണ്? മകനെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ പോലും മുമ്പിൽ നിൽക്കാൻ നീ നിന്നിൽ തന്നെ യോഗ്യനല്ലെന്നുള്ള യാഥാർത്ഥ്യം നീ അംഗീകരിക്കുമ്പോഴാണ് നീ പാപികൾ ഒന്നാമനായി തീരുക. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, അപ്പോഴാണ് നിന്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത്. ഒന്നുകൂടെ പറഞ്ഞു, ഈ ലോകത്ത് ഒരു വ്യക്തിയെക്കാളെങ്കിലും നീ ശ്രേഷ്ഠനാണ് നീ ചിന്തിക്കുമ്പം നിന്റെ ആത്മീയ ജീവിതം അവസാനിക്കുന്നു. ശരിയാണോ ഇല്ലയോ എന്നൊന്ന് ആലോചിച്ച് പറ. ശരിയാണോ? പ്രിയപ്പെട്ടവരെ, ദൈവം സദാ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല് നമ്മളിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ നമ്മൾ അല്പസമയം ഒന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ, അല്ലെ, ദിവികാരൻ്റെ സന്നിധിയിൽ അല്പസമയം ഇരിക്കുമ്പം എന്തുമാത്രം അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ടെന്നറിയാമോ? നിർഭാഗ്യവശാൽ നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യം ഞാൻ പറയാം, നമുക്കതിന് സമയമില്ല. ഞാനിത് വാസ്തവത്തിൽ നമ്മുടെ കുമാരപുരത്ത് സെൻറ്റ് പയസ് 10th പള്ളിയിൽ ഞാൻ മോനന്ന് ഇവിടെ സർവോദയ പഠിക്കുന്ന സമയത്ത് ഞാൻ അവനെ വിട്ടു കഴിയുമ്പോൾ ഒരു 3 മണിക്കൂർ വിസ്തുർബാനിന് മുമ്പിൽ സെൻറ്റ് പയസ് 10th പള്ളിയിൽ മുട്ടുമ നിൽക്കുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ തിരുസന്നിധിയിൽ ഒന്നും പറയാറില്ല, ജസ്റ്റ് പോയി നിൽക്കും, മുട്ടുമ നിൽക്കും. പ്രിയപ്പെട്ടവരെ, നിരവധി അന്ന് കേട്ട സ്വരമാണിത്. എന്താണ് പാപികൾ ഒന്നാമൻ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം? മകനെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ പോലും മുമ്പിൽ നിൽക്കാൻ നീ നിന്നിൽ തന്നെ യോഗ്യനല്ലെന്നുള്ള യാഥാർത്ഥ്യം നീ അംഗീകരിക്കുമ്പോഴാണ് നീ പാപികൾ ഒന്നാമനായി തീരുക. അപ്പോഴാണ് നിന്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത്. എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത്? ഈശോ പറഞ്ഞു, ഈ ലോകത്ത് ഒരു വ്യക്തിയെക്കാളെങ്കിലും നീ ശ്രേഷ്ഠനാണ് നീ ചിന്തിക്കുമ്പം നിന്റെ ആത്മീയ ജീവിതം അവസാനിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഡേവിഡ് സാറൊക്കെ വലിയൊരു ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ ആയിരുന്നു. ഞങ്ങൾ അനന്തപുരി കൺവെൻഷൻ്റെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ചായയും കൊണ്ടുവരും, വടയും വാങ്ങിച്ചുകൊണ്ടുവരും. അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും മുമ്പിൽ നിന്ന് അതിൻ്റെ കോർഡിനേറ്ററായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് പറയുന്ന പേരാണ് ആധ്യാത്മിക ജീവിതം, എളിമയുടെ ജീവിതം, അല്ലേ? നമുക്ക് ചിലപ്പം അല്പം ഭേദപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നാം മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ജന്മം പോലും ദൈവത്തിൻ്റെ ഔദാര്യവും കാരുണ്യമല്ലേ, അല്ലേ? നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും എല്ലാം കൃപയാൽ ദൈവം നൽകിയതാണ്. ഇനി പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഈ സത്യം അനുഭവിച്ചപ്പോൾ പൗലോസ് എഴുതിയിരിക്കുന്ന എല്ലാ ലേഖനങ്ങളും വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ലേഖനങ്ങളിലും റോമൻസ് 9:16 സ്ലീഹ എഴുതി. റോമൻസ് 9:16 എഴുതി, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവമേ, നിന്റെ ദയയാണ്, നിന്റെ കൃപയാണ് സകലത്തിന്റെ അടിസ്ഥാനം. റോമൻസ് 9:16, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവമേ, നിന്റെ കൃപയാണ്, നിന്റെ ദയയാണ് സകലത്തിന്റെ അടിസ്ഥാനം. ഗലാത്യർ 6:3 വന്നപ്പോൾ സ്ലീഹ വീണ്ടും എഴുതി, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. 1 കൊരിന്ത്യർ 4:7 വീണ്ടും സ്ലീഹ എഴുതി, അല്ലയോ മനുഷ്യ, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമല്ല നിനക്ക് എന്താണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? പ്രിയപ്പെട്ട, ഏറ്റവും പാപിയായ യോഗ്യനായ എനിക്ക് എന്നിൽ അഭിഷേകം ചെയ്യപ്പെട്ട വചനം ഇതായിരുന്നു. ഒരു 33 വർഷം മുമ്പ് വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ ജനിക്കാൻ ദൈവം കൃപ നൽകി. പാലാ സെന്റ് തോമസ് കോളേജിൽ, മദ്രാസ് ലയോള കോളേജിലൊക്കെ ആയിട്ട് വിദ്യാഭ്യാസം ലഭിച്ചു. കോളേജ് അധ്യാപകനായിട്ട് ആദ്യം ഗോവയിൽ ചൗഗ്ലിസ് കോളേജിലും പിന്നീട് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലും ഒക്കെ ജോലി കിട്ടി വന്നു. ഞാൻ റിട്ടയറായി. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിച്ചു. എന്നെക്കാളും ആത്മീയമായി വളർന്നൊരു കുട്ടി, പ്രിയപ്പെട്ട ഡേവിഡ് സാറിനും ഒക്കെ അറിയാവുന്ന സോളി, അവൾ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിരുന്നു, റിട്ടയറായി. ദൈവത്തിന് ദാനമായ 4 കുഞ്ഞുങ്ങളെ ലഭിച്ചു. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നൽകി. അന്നൊന്നും എനിക്ക് എനിക്ക് ഇതിൻ്റെ ആഴം അറിയത്തില്ലായിരുന്നു. ഇത് എൻ്റെയോ നമ്മുടെ ആരുടെയും യോഗ്യതയാൽ ലഭിക്കുന്നതല്ല, കൃപയാൽ ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിക്കാൻ ഏതാണ്ട്
31 വർഷം എടുത്തു. അതിനു മുമ്പും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ പലപ്പോഴും മെക്കാനിക്കലായിട്ട് കുർബാന കഴിയുമ്പോൾ എല്ലാവരും ഇറങ്ങുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഓർക്കാണ്, ഈ ഒരു സത്യം, അല്ലയോ പയസേ, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമല്ല, നിനക്ക് എന്താണുള്ളത്? എല്ലാം ദാനമായിരിക്കും. ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിനു അഹങ്കരിക്കുന്ന ഒറ്റ വചനം ഏറ്റവും അയോഗ്യനും പാപിയുമായ എൻ്റെ ഉള്ളത്തിലേക്ക്, ആത്മാവിലേക്ക് ജീവനായി പതിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ബോധ്യമായി, എൻ്റെ സ്വന്തമായി എനിക്കുള്ളത് എൻ്റെ പാപങ്ങൾ മാത്രമാണ്. അല്ലേ? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അല്ലേ? ബാക്കിയല്ല, എവറിത്തിങ് അതർ ദാൻ ദാറ്റ് ഈസ് ഗിവൺ ടു യു, നിങ്ങൾക്ക് നൽകിയതാണ്. അല്ലേ? എവറിത്തിങ് അതർ ദാൻ ദാറ്റ് ഈസ് ഗിവൺ ടു യു as a gift of God. അല്ലെ? ദൈവത്തിന്റെ സൗജന്യ ദാനമായി ദൈവം നൽകിയ അനുഗ്രഹമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള സകല നന്മകളും. അതിനാൽ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നുള്ള പൗലോസിന്റെ ആ വചനം നമ്മളെയും ഭരിക്കണം. യേശുക്രിസ്തുവിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. അല്ലേ? പ്രിയപ്പെട്ടവരെ, മനുഷ്യന് വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒറ്റ ഗ്രന്ഥമേ ഈ ലോകത്തിലുള്ളൂ. മനുഷ്യന് വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒറ്റ ഗ്രന്ഥം. ലോകത്തിൽ എന്തുമാത്രം പുസ്തകങ്ങളുണ്ട്, നമ്മളൊക്കെ എന്തുമാത്രം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകമാണിത്. വേറൊരു പുസ്തകവുമില്ല. മനുഷ്യന് വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഏക പുസ്തകം ഇതാണ്. അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? നീ എനിക്ക് ആരാന്ന് പറഞ്ഞിരിക്കുന്നത്? നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. അല്ലേ? ഒരു നാളും ഞാൻ നിന്നെ അനാഥരം വിടുകയില്ല, ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട ഡേവിഡ് സാർ ഇവിടെ പ്രാർത്ഥിച്ചു, പ്രിയപ്പെട്ട ജോൺ ബ്രദർ ഇവിടെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചു, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. എൻ്റെ മോളുടെ കുഞ്ഞാണ്, ഈ അമേരിക്കയിലാണ്, കാലിഫോർണിയയിലാണ്. ഞാൻ ഈ പ്രസംഗം കഴിയുമ്പോൾ ആ കുഞ്ഞ് ഉണ്ടാകുമോ എന്ന് എനിക്ക് തീർച്ചയില്ല. കാരണം ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ മോള് വീഡിയോ കോൾ എടുത്ത്, എൻ്റെ വൈഫ് കുഞ്ഞിൻ്റെ കൂടെ അമേരിക്ക പോയിരിക്കുകയാണ്. കുഞ്ഞിനെ കാണിക്കുമ്പോൾ കുഞ്ഞ് സിംഗിങ് ആണ്, മുട്ടുമിടുക്കനായ കുഞ്ഞ്. ബർത്ത് വെയിറ്റ് 4.5 കിലോയാണ്, നോർമൽ ഡെലിവറി. പ്രിയപ്പെട്ട ഡേവിഡ് സാർ സൂചിപ്പിച്ച പോലെ അവർ ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 11 കാർഡിയോളജിസ്റ്റ് കൂടി അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞു സർജറി പറ്റത്തില്ല. അപ്പം ഇപ്പം ഞാൻ പോന്നപ്പോൾ കണ്ട വീഡിയോയിൽ കുഞ്ഞിങ്ങനെ ഈശോയിലേക്ക് പോയിക്കൊണ്ട്. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾക്കൊരു ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ വളർന്നു വൈദികനായി. ഈശോ ആ കൂട്ടായ്മ എത്രമാത്രം ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. മാർവിയാനസ് കോളേജിലെ കോമേഴ്സിൻ്റെ അധ്യാപകനാണ് പ്രിയപ്പെട്ട ഷോജി അച്ഛൻ, സിറേക്ക് വിച്ചുക്കരോട്ട്. ആ വൈദികന് ഇപ്പം അഞ്ചൽ കോളേജിൽ പ്രിൻസിപ്പൽ ഇൻചാർജായി. അപ്പം ഈ ദിവസങ്ങളിൽ അദ്ദേഹം കൃത്യം ശാലോൺ ടീമിൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പം കൃത്യം കുഞ്ഞ് ജനിച്ച ഉടനെ അദ്ദേഹം 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം അവിടെ എത്തി. കുഞ്ഞിന് സാക്രമെന്റ്സ് ഒക്കെ കൊടുത്തു. അവളുടെ വികാരിയച്ഛന് ഒരു 4 മണിക്കൂർ, അച്ഛൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. അച്ഛൻ വന്നപ്പം അച്ഛൻ കുഞ്ഞിന് അവിടെ ചെന്ന് വിസ്തുർബാനയും എന്താ പറയുക എല്ലാം കൊടുത്ത്, കൺഫർമേഷൻ കൊടുത്തു, ലാസ്റ്റ് സാക്രമെന്റും കൊടുത്തു, എല്ലാം കൊടുത്ത്. കുഞ്ഞ് മരിച്ചാലും അവനൊരു വിശുദ്ധനായിട്ട് തീരും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രമാത്രം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ എങ്കിലും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അല്ലെ? ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പ്രിയപ്പെട്ട ഡേവിഡ് സാർ സൂചിപ്പിച്ച പോലെ ഇനി മരണമാണെങ്കിലും ദൈവം നീ മരിക്കാൻ അനുവദിക്കുമെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അല്ലേ? വേറെ ഒന്നും നമുക്ക് പറയാൻ, നമ്മൾ ഈശോയുടെ തിരുസന്നിധിയിൽ. കാരണം നമ്മളൊക്കെ ഈ ജീവിതത്തെ കാണുന്നത് നമ്മുടെ, അല്ലെ, തിരുവചനം തന്നെ പഠിപ്പിക്കുന്നത് ഏറിയ 70 അല്ലെ 80 എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കുറച്ച് നാളത്തെ ഈ ഒരു ജീവിതത്തെ ബേസ് ചെയ്താണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ കാണുക. എന്നിട്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നിത്യതയോളം ഉള്ളൊരു ജീവിതമുണ്ട് നമുക്ക്. അല്ലേ? ഇവിടെ നമ്മൾ കുറച്ച് നാൾ ജീവിക്കും, ചിലപ്പം അതിനു മുമ്പ് രോഗം വന്ന് മരിച്ചെന്നിരിക്കും. അല്ലേ? എൻ്റെ കൂടെ കോളേജിൽ എൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട സക്രിയ സാർ, CJ സക്രിയ സാർ, ഒരു പനി വന്നതോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി ബില്ല് പേ ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുത്തു. കാരണം നമ്മുടെ ലോകം അങ്ങനെയാണ്. അല്ലേ? ഒരു മനുഷ്യൻ മരിക്കാൻ പോയാലും കിട്ടാനുള്ള കാശ് അതിൻ്റെ പൂർണ്ണതയിൽ എണ്ണി തിട്ടപ്പെടുത്താതെ നമ്മൾ ആരെയും ഒരു ബോഡി പോലും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു. മെഡിക്കൽ കോളേജ് വാതിൽക്കെത്തിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കോളേജ് ജോയിൻ ചെയ്ത സാറാണ്. മെഡിക്കൽ കോളേജ് വാതിൽക്കെത്തിയപ്പോൾ മരിച്ചു.
CJ സക്കറിയ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അവനെ എന്നെ പോലെ ഭയങ്കര സ്മാർട്ടായിട്ടൊരു അധ്യാപകനാണ്, ഭയങ്കര മിടുക്കനാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ ജീവിതം അത്രേ ഉള്ളൂ. നമ്മൾ ഈശോ എന്നിൽ വസിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും, ഈ ശരീരത്തെ നോക്കിക്കൊണ്ട് പറയും ഇത് മരിച്ചാലും ഇതൊന്നും പ്രശ്നമില്ല. കാരണം എൻ്റെ മോഹന് കുഞ്ഞായിരുന്നപ്പോൾ പറയുമായിരുന്നു, അവൻ പറയും അപ്പം മരിച്ചാൽ ഞാൻ കരയത്തില്ല. കാരണം എന്തിനാ കരയുന്നത്? അപ്പൻ ഈശോയുടെ അടുത്തേക്ക് പോവല്ല എന്നൊക്കെ പറയുന്ന അവനെ എന്നെ അറിയത്തില്ലാത്തതുകൊണ്ട് അത്രയും കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ഈശോയോട് ഒന്നായി ജീവിക്കുന്ന ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ ഒരു ശക്തിക്കും, പൗലോസ്ലേ പറഞ്ഞില്ലേ, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പൗലോസ്ലേ പറഞ്ഞല്ലോ, ഹിയറാഫ്റ്റർ നത്തിങ് ക്യാൻ പ്രിവെന്റ് മീ ഫ്രം ദിസ് ലവ്. ഈ സ്നേഹത്തിന് ഒരു ശക്തിക്കും, ഈ ലോകത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ മാലാഖമാർക്ക് ഒന്നിനും ഈ സ്നേഹത്തിനെ മാറ്റാൻ സാധ്യമല്ല. കാരണം അത് ഈശോയുടെ വാഗ്ദാനമാണ് അല്ലേ. അവൻ നമ്മളോട് ഒന്നായിരിക്കുന്നു, അവനിലാണ് ഞാനും നിങ്ങളും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു, വിശുദ്ധ പൗലോസ്ലിയുടെ ജീവിതത്തിൽ ഈ സത്യം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, അതുവരെ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ ധരിച്ചിരുന്നുവെങ്കിൽ, സത്യം കണ്ടെത്തിയപ്പോൾ, സത്യത്തിന്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ചപ്പോൾ പൗലോസ്ലിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ദൈവമേ ഞാൻ പാപികളുടെ ഒന്നാമനാണ്, അല്ലെ, ഐ ആം ദ സിന്നമോസ്റ്റ് പേഴ്സൺ. ഒരു പടി കൂടി കൃപയിൽ വളർന്നപ്പോൾ പൗലോസ്ലി എന്താ പറഞ്ഞത്? ഒരു പടി കൂടി കൃപയിൽ വളർന്നപ്പോൾ പൗലോസ്ലി എന്താ പറഞ്ഞേ? ഇനി ഒരു ശക്തിക്കും എന്നെ ഈ സ്നേഹത്തെ മാറ്റാൻ സാധ്യമാണ്. അത്രമാത്രം he was in union with Lord Jesus, അല്ലെ, യേശുമായി ജീവനിൽ ഒന്നായി തീർന്നു. എന്നിട്ട് പറയാണ്, ഇനി ഒരു ശക്തിക്കും ഈ ലോകത്തിലേക്ക് വരാൻ ഒന്നിനും ഈ സ്നേഹത്തിനെ മാറ്റാൻ സാധ്യമല്ല. എന്നിട്ട് കൃപയുടെ മൂന്നാമത്തെ സ്റ്റേജ്, അതാണ് ആത്മീയ വളർച്ച എന്ന് പറയാം പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, രണ്ടിടത്ത് പ്രസംഗിക്കുകയോ ഒരു സൗഖ്യം കിട്ടുമോ, അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് മിഠായി കൊടുക്കുന്ന അതൊന്നുമല്ല. കൃപയുടെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ഉയർന്നപ്പോൾ പൗലോസ്ലി പറയാണ്, ഇറ്റ് ഈസ് നോട്ട് മീ, ജീസസ് ഇസ് ലിവിങ് ഇൻ മീ. ഇനിമേലിൽ എന്നിൽ ഞാനല്ല, യേശു ജീവിക്കുന്നു, അല്ലെ. ഇതാണ് ആത്മീയ ജീവിതത്തിന് വളർച്ച എന്ന് പറയാം. അതുകൊണ്ട് മുമ്പേ പറഞ്ഞ് രണ്ടിടത്ത് പ്രസംഗിക്കുന്നതോ കൈവച്ചപ്പോൾ സൗഖ്യം കിട്ടിയതോ സന്ദേശം കിട്ടുന്നതോ അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതല്ല, നമ്മുടെ ജീവിതം കണ്ടിട്ട് എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കെങ്കിലും ക്രിസ്തുവാണ് സത്യമെന്ന് നമ്മളിലൂടെ വായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താ അർത്ഥം ഇരിക്കാം, അല്ലേ? ഒരർത്ഥവും ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മളോട് ഏറ്റടുത്തിരിക്കുന്നവർക്ക് പോലും നമ്മളിലൂടെ ഈശോയെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ഈ ആത്മീയത എന്ന് പറയാം, അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞത് ഈശോയോടുള്ള ഒന്നാകലാണ് നമ്മൾ, അല്ലെ, അവനോട് ഏകീഭവിച്ച് താതാത്മ്യപ്പെട്ട് ഒന്നായിത്തീരുന്ന ഒരു ജീവിതം. ഞാനൊരു ഒരു അല്പം ദൈവായിക്ക് ജീവിതം നയിക്കുന്ന ഒരു കോളേജ് അധ്യാപകൻ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം ഒരിക്കൽ പാലായിൽ പാലക്കാരനാണ്, പാലാ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്നെ അറിയുമോ? അപ്പം അദ്ദേഹം ചോദിച്ചു, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞില്ല, പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അറിയാം? അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, ഇല്ല, സാർ എന്നെ അറിയാനൊരു കാര്യമുണ്ട്. ഞാൻ പാരലൽ കോളേജിലാണ് എം കോം പഠിച്ചത്. എംകോമിന് ഞാൻ പഠിച്ചത് പാരലൽ കോളേജിലാണ്. പക്ഷെ സാറിൻ്റെ കോളേജിലാണ് ഞാൻ എക്സാമിനേഷൻ എഴുതാൻ വന്നത്. എക്സാമിനേഷൻ എഴുതിയപ്പോൾ ഞാൻ കോപ്പി അടിച്ചപ്പോൾ സാറ് പിടിച്ചെങ്കിലും സാർ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 3 വർഷം ഡീബാർ ചെയ്യപ്പെട്ടേനെ. സാർ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ സാറ് എൻ്റെ ചെവിയിൽ ഒരു സെന്റൻസ് പറഞ്ഞു, മോളെ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നവരെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്നൊരു സെന്റൻസ് പറഞ്ഞെന്താ? ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവരെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും എന്നൊരു സെന്റൻസ് സാറ് പറഞ്ഞു. എന്നിട്ട് കൊച്ചു പറഞ്ഞതാണ്, അതാണ് നമ്മൾ കേൾക്കേണ്ടത്. സാറേ, ഞാൻ ഇന്നൊരു ബാങ്ക് മാനേജറാണ്. ഞാൻ MCOM കഴിഞ്ഞിട്ട് കൊല്ലത്ത് IES-ഉം ICD എന്നൊക്കെ പറഞ്ഞ ബാങ്കിങ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയി ഞാൻ കോച്ചിങ് ക്ലാസ്സിന് ചേർന്ന് അവിടെ ഓരോ ദിവസവും ഞാൻ എൻ്റെ കൂടെ ഹോസ്റ്റലിലൊക്കെ താമസിച്ച പല പിള്ളേരും സിനിമയ്ക്കൊക്കെ പോയപ്പോൾ ഞാൻ 1 മിനിറ്റ് പോലും കളഞ്ഞില്ല. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നതിൽ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും എന്നുള്ള സാറിൻ്റെ ഒരൊറ്റ സെൻറ്റൻസ് എൻ്റെ ആഴത്തിൽ പതിഞ്ഞത്, ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ ഞാനൊരു ബാങ്ക് മാനേജറായി ഉയർത്തപ്പെട്ടു. സാറിൻ്റെ ഒരൊറ്റ സെൻറ്റൻസാണ് എന്നെ ബാങ്ക് മാനേജറാക്കിയത്. എന്നിട്ട് ആ കൊച്ചു പറയാണ്, ഇപ്പോൾ സാറ് വന്നാൽ കാണാൻ സാധിക്കും, എൻ്റെ ക്യാബിന് ഞാനിത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നവരെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും.
എവിടെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം എൻ്റെ ക്യാബിനിൽ ഇത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞതാണ്, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചാണ്, പക്ഷേ ഈ ഒരൊറ്റ സെന്റൻസ് ആണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ പ്രത്യേകത അതാണ് അല്ലേ. ദാറ്റ് വിൽ ട്രാൻസ്ഫോം യു. പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അത് ചുമ്മാ പറയുന്നതല്ല അല്ലേ. എനിക്കൊക്കെ എന്തുമാത്രം കുറവുള്ള മനുഷ്യൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന മാത്രമേ ഉള്ളൂ. ഒത്തിരി സ്വാർത്ഥത, അഹങ്കാരമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ മൂലമോ എൻ്റെ ജീവിത പങ്കാളി മൂലമോ മക്കൾ മൂലമോ നിന്റെ മുഖം വികലമാക്കപ്പെടാൻ ഇടയാകരുതേ. നിന്റെ മറയ്ക്കപ്പെട്ട മുഖം അനാവരണം ചെയ്യാൻ പാവപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവമേ ഇടയാകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കണ്ടെത്തിയാൽ വരുന്ന അനുഭവം, ആനന്ദം എന്ന് പറയുന്നത് അവർണ്ണനീയമാണ്. ഞാൻ പറയുന്നത് കട്ടിയായി പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ഇടയ്ക്ക് അഭിനന്ദ തോമസ് മാർ കൂർലോസ് പിതാവൊക്കെ എന്നോട് പലപ്പോഴും സെമിനാരി ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ലൊറേറ്റോ സെമിനാരി, കപ്പച്ചനച്ചന്മാരുടെ കുട്ടികളുടെ സെമിനാരിയിൽ എപ്പോൾ ചെന്നാലും 3 മണിക്കൂർ സാറിന് തന്നേക്കാമെന്ന് എന്നോട് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. 1-2 പ്രാവശ്യം പോയിട്ടുമുണ്ട്. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്കാണ് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്നതെല്ലാം അല്ലേ. പ്രത്യേകിച്ചും ഞാൻ അതിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഒത്തിരി വേദനയോടുകൂടി പല പ്രതികരണങ്ങളും നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമുള്ളൂ, ഈശോയെ അറിയാത്തവരാണ് പലപ്പോഴും. അറിഞ്ഞു എന്ന് പറയും, ഞാൻ പറഞ്ഞല്ലോ, കൂദാശ സ്വീകരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ കൃപയുടെ ചൈതന്യം അനുഭവിക്കാൻ സാധിക്കാത്ത നരകമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോ എന്താ പറയും? മത്തായിയുടെ സുവിശേഷം 6:33 ഈശോ പറഞ്ഞു, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും അല്ലേ. മത്തായി 6:33, സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്, ദ റെസ്റ്റ് വിൽ ബി ആഡഡ്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. ഇനി യോഹന്നാൻ 15:7 നമുക്കറിയാം, നമ്മൾ ധാരാളം കേൾക്കുന്ന വചനമാണ് അല്ലേ. യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളം നിങ്ങൾക്ക് ലഭിക്കും. ഇനി റോമൻസ് 8:28 നമ്മൾ പല പ്രാവശ്യം എല്ലാ വചനവേദിയിലും കേൾക്കുന്നതാണ് അല്ലേ. എന്താ റോമൻസ് 8:28? എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. ഈ 3 വചനവും നിങ്ങൾ എടുത്തു നോക്കിയേ. ആ 3 വചനത്തിൽ ഒരു ഫസ്റ്റ് പാർട്ടും ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ട് അല്ലേ. ആദ്യത്തെ എന്താ? ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താ? ബാക്കിയെല്ലാം ചേർക്കപ്പെടും അല്ലേ. സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, റെസ്റ്റ് വിൽ ബി ആഡഡ്, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. യോഹന്നാൻ 15:7 അവിടെയും 2 പാർട്ടുണ്ട്. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ദറ്റ് ഈസ് എ കണ്ടീഷൻ. രണ്ടാമത്തെ പാർട്ട് എന്താ? ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും അല്ലേ. ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. റോമൻസ് 8:28 നമ്മൾ വായിച്ചു, അത് തന്നെയാണ് അല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് കണ്ടീഷൻ അതാണ്. രണ്ടാമത്തെ പാർട്ട് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അല്ലേ. പക്ഷേ റോമൻസ് 8:30 വചനവേദിയിൽ കേൾക്കാറില്ല. റോമൻസ് 8:30 ഉണ്ട് അവിടെ. 8:30 എന്താ പറയാ? താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ അവിടുന്ന് വിശുദ്ധീകരിച്ചവരെ അവിടുന്ന് നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വീകരിച്ചു അല്ലെ. വിളിക്ക് ശേഷം വിശുദ്ധീകരണമുണ്ട്, വിശുദ്ധീകരണത്തിന് ശേഷം നീതീകരണമുണ്ട്, നീതീകരണത്തിന് ശേഷമാണ് മഹത്വീകരണം. അപ്പൊ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഇപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മളിപ്പോ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ന്യൂഡൽഹിക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി എന്ന് ഓർക്കുക. ഓക്കെ, നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് ന്യൂഡൽഹിക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇറങ്ങിയാൽ നമ്മൾ ഡൽഹിയിൽ എത്തുമോ? ഇടയ്ക്ക് ഇറങ്ങിയാൽ എത്തത്തില്ല അല്ലേ. ഡൽഹിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിനുള്ളിലായിരിക്കണം. അത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് വരെ ഞാൻ ട്രെയിനിനുള്ളിലായിരിക്കണം.
ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ യേശുവിൽ ആയാൽ യേശു പോയ വഴിയെ ഞാനും നിങ്ങളും പോകണം. എന്താ ഈശോ പോയ വഴി? ഈശോ പോയ വഴി ഏതാണെന്നൊന്ന് പറയാമോ? പുൽക്കൂട്ടിലെ ജനനം, ദാരിദ്ര്യം, പരദേശവാസം, പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രോസസ് എന്ന് പറയാം. ഞാനും നിങ്ങളും യേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനം ഈ രഹസ്യത്തിലൂടെ കടന്നു പോകും. പുൽക്കൂട്ടിലെ ജനനം, ദാരിദ്ര്യം, പരദേശവാസം, പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഈ പ്രോസസ്സിലൂടെ അല്ലാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവത്തോടൊന്നായി തീരാൻ സാധ്യമല്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം അപ്പോസ്തല പ്രവൃത്തി 4:12 നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, കർത്താവായ യേശു ഏകനാമം. അല്ലെ? അങ്ങനെയെങ്കിൽ ഈ ഈശോ, ഞാൻ ട്രെയിനിനുള്ളിലായാൽ ട്രെയിനിനുള്ളിലിരിക്കാതെ പുറത്തിറങ്ങിയാൽ ഡൽഹിയിൽ എത്തത്തില്ലെന്ന് പറയുന്ന പോലെ തന്നെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലായാൽ ഈശോ പോയ വഴിയായ പുൽക്കൂട്ടിലെ ജനനം, ദാരിദ്ര്യം, പരദേശവാസം, പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈ പ്രോസസ്സിലൂടെ കടന്നു പോകും. പോയേ പറ്റൂ. ഇടയ്ക്ക് ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ രോഗമുണ്ടാകും, തകർച്ചകളുണ്ടാകും, ജോലി നഷ്ടപ്പെടും, കടബാധ്യത ഉണ്ടാകും, അല്ലെ, മരണങ്ങളുണ്ടാകും, എല്ലാവിധ അനുഭവങ്ങളും ഉണ്ടാകും. അവിടെയാണ് യാക്കോബ്സിൽ എഴുതി വെച്ചിരിക്കുന്നത്, വിശ്വാസി വിശ്വാസ പരീക്ഷയിൽ തളരത്തില്ല. പരീക്ഷകളുണ്ടാകും, പക്ഷെ ഒരിക്കലും പറഞ്ഞേക്കരുത് അത് ദൈവത്തിനല്ല. ഒരു തിന്മയും ഞാൻ അവർ നിർഭാഗ്യവശാൽ, ഞാൻ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ജയിലിൽ ശുശ്രൂഷ ചെയ്യാൻ പോകാറുണ്ട്. കോട്ടയം ജില്ലാ ജയിലിലും പൊൻകുന്നം ജയിലിലും ഒക്കെ 1-2 പ്രാവശ്യം പോകാൻ ദൈവം അവസരം തന്നു. പ്രിയപ്പെട്ടവരെ, ഡി അഡിക്ഷൻ സെന്ററിൽ ഒരു 4-5 വർഷമായിട്ട് എല്ലാ ലാസ്റ്റ് സാറ്റർഡേയിലും പ്രിയപ്പെട്ട ജോൻ ചുങ്കപ്രസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സിസ്റ്റർ എന്നോട് പറഞ്ഞു, സാറ് മദ്യപാനികൾക്കുടെ ആ ക്ലാസ്സിൽ ഒന്ന് ക്ലാസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ വരണം. ഏതാണ്ട് ഒരു 5 വർഷത്തോളമായെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ലാസ്റ്റ് സാറ്റർഡേയിലും ഒരു 5 മണിക്കൂർ എനിക്കുണ്ട്. ഈ 25 വരുന്ന ശനിയാഴ്ച ഞാനത് ചെയ്യേണ്ട ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പോകുന്നിടത്തൊക്കെ കാണുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ പ്രഘോഷണ വേദികളിലും ഒക്കെയും 40 വയസ്സിൽ താഴെയുള്ള പിള്ളേര് വളരെ വളരെ വിരളമാണ്, അല്ലേ? പക്ഷെ ജയിലിൽ ചെല്ലുമ്പോഴും ഡി അഡിക്ഷൻ സെന്ററിലും കാണുന്നത് എന്താണെന്നറിയാമോ? 40 വയസ്സ് കുറഞ്ഞത് 40 വയസ്സ് കൂടിയവർ വളരെ വിരളമാണ്. പള്ളികളിലും വചനപ്രഘോഷണ വേദികളിലും 40 വയസ്സ് കുറഞ്ഞവർ വളരെ വിരളമാണെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലും ജയിലുകളിലും 40 വയസ്സ് കുറഞ്ഞവർ മാത്രമേ ഉള്ളൂ. വളരെ റയറായിട്ട് അത് കൂടുതൽ പ്രായമുള്ളവരുള്ളൂ. ഞാനിത് പറഞ്ഞത് ഇത് നമ്മൾ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളും, അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും, മാതാപിതാക്കൾ മക്കളും പ്രശ്നങ്ങളാണെങ്കിലും, പ്രകൃതിയിലെ പ്രശ്നങ്ങളാണെങ്കിലും, യുദ്ധഭീതിയിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ പിതാവായ ദൈവം നൽകിയിരിക്കുന്നത്. എന്താ ഉത്തരം? ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇതിനെല്ലാം കൂടെ. എന്താ ഉത്തരം? യേശു. യേശു. ദാറ്റ് ഈസ് ഓൺലി ആൻസർ ഫോർ ദാറ്റ്. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ പിതാവായ ദൈവം നൽകുന്ന ഒറ്റ ഉത്തരം യേശുവാണ്. ഈ യേശുവിനെ അറിയാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, ആ ഹൈന്ദവ പെൺകുട്ടി പറഞ്ഞു കേട്ടോ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നവരെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരൊറ്റ സെന്റൻസ്, ദൈവികമായ ഒരൊറ്റ സെന്റൻസ് അവളെ ട്രാൻസ്ഫോം ചെയ്തു. ഇന്ന് നമ്മളൊക്കെ ഗാന്ധിജിയെ മഹാത്മാഗാന്ധിജി വിളിക്കുന്നുണ്ടല്ലേ? നിങ്ങൾക്കറിയാമോ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഗാന്ധിജിയെ കുറിച്ച് സെന്റൻസ് എഴുതി. ന്യൂയോർക്ക് ടൈംസ് എഴുതിയ സെന്റൻസ് ഇതായിരുന്നു: എ പേഴ്സൺ who doesn't own even a single coat of his own could be able to bring together the entire people under one hand and could be able to gain freedom for the nation with his mind power. സ്വന്തമായ ഒരു കോട്ട് പോലും ഇല്ലാത്തവൻ മനഃശക്തിയാൽ വ്യക്തികളെ സംയോജിപ്പിക്കുകയും മനഃശക്തിയാൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു എന്നാണ് ഗാന്ധിജിയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് എഴുതിയതെങ്കിൽ, ഗാന്ധിജി എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് കേൾക്കണോ?
1898 ലിയോ ടോൾസ്റ്റോയ് എഴുതിയ പുസ്തകം ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു, ദൈവരാജ്യം നിന്നിൽ തന്നെ എന്നുള്ള ഒറ്റ ആ പുസ്തകത്തിലെ ഒരു സെന്റൻസ്, ആ പുസ്തകം ഗാന്ധിജി വായിച്ചു, ഗാന്ധിജി എഴുതിയിരിക്കുന്നതാണ്. അതിൽ ഒരൊറ്റ സെന്റൻസ്, ഡു നോട്ട് ഫൈറ്റ് ഈവിൾ വിത്ത് ഈവിൾ, തിന്മയെ തിന്മ കൊണ്ട് നേരിടരുന്ന ഒറ്റ വാക്യം കർത്താവിൻ്റെ മലയിലെ പ്രസംഗം. ഈ ഒരൊറ്റ സെന്റൻസ്, തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത് എന്ന ഒറ്റ വാക്യം ആണ് ഗാന്ധിജി എഴുതി വെച്ചിരിക്കുന്നതാണ് ഗാന്ധിജിയെ മഹാത്മാവാക്കി ഉയർത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിരാഹാര സത്യാഗ്രഹവും അർത്ഥനഗ്നായി നടന്നതും ബൂട്ടിട്ട് ചവിട്ടിയപ്പോൾ പുള്ളിയുടെ പ്രതികരണം ഒക്കെ ഈ ഒരൊറ്റ സെന്റൻസിൽ നിന്നാണ് ഗാന്ധിജി എഴുതി വെച്ചിരിക്കുന്ന, വേറെ ആരും പറഞ്ഞതല്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അല്ലെ, ഈ വചനം ഒരു മനുഷ്യന് അഭിഷേകം ചെയ്താൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കും. പറ്റത്തില്ല, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. കാരണം വചന യഥാർത്ഥ അഭിഷേകം. ഈ പ്രിയപ്പെട്ട ഡേവിഡ് സാറൊക്കെ ചെയ്യുന്ന ശുശ്രൂഷ, ഞാനതൊരു അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് കെണിവെക്കാനായിട്ട് പറയല്ല, കാരണം ഞാനത് കണ്ടുകൊണ്ട് ഞാൻ അഡ്മയർ ചെയ്ത കാര്യമാണ്. പ്രിയപ്പെട്ട ജോൺ ബ്രദർ, ഞാൻ നിങ്ങൾ ഈയിടെ പരിചയപ്പെട്ടോളൂ, എനിക്ക് ഒത്തിരി അഭിഷേകം, ബ്രദർ ജോൺ ബ്രദറിന്റെ പാട്ട് ഒത്തിരി അഭിഷേകത്തോടുകൂടി ഞാൻ ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ട, കാരണം എന്തുകൊണ്ടാ? നമ്മുടെ ലക്ഷ്യം ദൈവം മാത്രം ലക്ഷ്യമാണെങ്കിൽ ഈശോയുടെ കൃപ നമ്മളിലൂടെ വഴികുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏത് കാര്യവും, മരണമോ രോഗമോ ആപത്തോ നഗ്നതയോ പട്ടിണിയോ വാളോ എന്തുമായിക്കോട്ടെ, പൗലോസ്ലീഹ പറഞ്ഞ അതേ വചനം ഞാനും നിങ്ങളും പറയും. ഇനി ഒരു ശക്തിക്ക് എന്നെ മാറ്റാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, 1 കൊരിന്ത്യസ് 12:12 നമ്മളൊരു വചനം വായിക്കുന്നുണ്ടല്ലോ അല്ലേ? 1 കൊരിന്ത്യസ് 12:12 എന്താ വചനം പറയാം? ശരീരം ഒന്നെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു, അതുപോലെയാണ് ക്രിസ്തുവും. 1 കൊരിന്ത്യസ് 12:12 എഴുതിയിരിക്കുന്നതാണ് അല്ലേ? ശരീരം ഒന്നെങ്കിൽ അതിൽ പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു, അതുപോലെയാണ് ക്രിസ്തുവും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അത് തീർച്ചയായിട്ടും ഉണ്ടായി കാണും. മണിപ്പൂരിൽ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രമാത്രം മൃഗീയമായി പീഡിപ്പിച്ചത് കണ്ടപ്പോൾ നമുക്കൊക്കെ വേദന ഉണ്ടായോ? തീർച്ചയായിട്ടും ഉണ്ടായി അല്ലേ? ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. എന്തുകൊണ്ടാണ് വേദന ഉണ്ടായത്? എന്തുകൊണ്ടാണ് വേദന ഉണ്ടായേ? ഞാനിപ്പം പ്രിയപ്പെട്ട ജോൺ ബ്രദറിന്റെ കയ്യെ ഞൊള്ളിയാൽ എനിക്ക് വേദന ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല അല്ലേ? ബ്രദറിന് വേദന ഉണ്ടാവുള്ളൂ. അല്ലെ, എന്നെ ഞൊള്ളിയാൽ മാത്രമേ എനിക്ക് വേദന ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേദനിച്ചു. മണിപ്പൂരിലെ പ്രിയപ്പെട്ട നിങ്ങൾ ഒരു ക്രൂരമായ ഒരു വീഡിയോ ഞാൻ ഓർക്കുന്നു. ഞാൻ അവർക്ക് ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരി പെൺകുട്ടിയെ കാല് വലിച്ചു കീറിയ ഒരവസ്ഥ, വെട്ടിമുറുക്കി, എത്രമാത്രം ക്രൂരത ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകി. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? ആൻസർ അതാണ്. 1 കൊരിന്ത്യസ് 12:12 എന്താ? 1 കൊരിന്ത്യസ് 12:12 ശരീരം ഒന്നെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു, അതുപോലെയാണ് ക്രിസ്തുവും. കാരണം ഞാനും നിങ്ങളും ഈ ലോകത്തിലെ സകല മനുഷ്യരും, അവൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും തിന്മ ചെയ്യുന്നവനാണെങ്കിലും നന്മ ചെയ്യുന്നവനാണെങ്കിലും വിപരീതമായി പ്രവർത്തിക്കുന്നവനാണെങ്കിലും അവൻ ഈശോയുടെ ശരീരത്തിൽ ഒരു അവയവമാണ്, ഒരു കോശമാണ്. എൻ്റെ ഇടത് കൈ മുറിഞ്ഞാൽ ഇടത് കൈക്ക് മാത്രമാണോ വേദന ഉണ്ടാകുക? ആണോ? ശരീരത്തിൽ മൊത്തം വേദന ഉണ്ടാകും അല്ലേ? അങ്ങനെയെങ്കിൽ മണിപ്പൂരിലോ അമേരിക്കയിലോ പാകിസ്ഥാനിലോ ഇറാഖിലോ എവിടെ വേദന, റഷ്യയിലോ എവിടെ ആയിക്കോട്ടെ, എവിടെ ആര് വേദനിക്കുമ്പോഴും എൻ്റെയും കൂടെ വേദനയായി തീരും. കാരണം ഞാൻ അവൻ്റെ ശരീരത്തിലെ ഒരു കോശമാണ്, അവൻ്റെ ശരീരത്തിലെ അവയവമായി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകും. തീർന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു വേദനയില്ല. ഈശോയുടെ ശരീരത്തിലെ ഒരു കോശമായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേദന ഉണ്ടാകും. കാരണം ഈ ലോകത്തിൽ ആരും അന്യരല്ല. അത് എൻ്റെ വാക്കല്ല, പൗലോസ്ലീഹ പറയുക, ആര് വേദനിക്കുമ്പോഴാണ് ഞാൻ വേദനിക്കാത്തത് അല്ലേ? പൗലോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്, ആര് വേദനിക്കുമ്പോഴാണ് ഞാൻ വേദനിക്കാത്തത്, ആര് സന്തോഷിക്കുമ്പോഴാണ് ഞാൻ സന്തോഷിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരുടെ വേദന എൻ്റെയും കൂടെ വേദനയായി തീരും. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ഈശോയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുവാനും മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും നമ്മളെ കഴിയുന്നതനുസരിച്ച് അല്ലേ, അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പ്രൊവൈഡഡ് ഞാൻ ഈശോയുടെ ശരീരത്തിൽ ഒരു കോശമായി മാറിയെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വേദന ഉണ്ടാകത്തില്ല.
ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഇടത് കൈ മുറിഞ്ഞാൽ ആ മുറിവിൻ്റെ വേദന ഇടത് കൈക്ക് മാത്രമല്ല ശരീരത്തിൽ മൊത്തമാകുന്നത് പോലെ ഈശോയുടെ ശരീരമായി ഞാൻ മാറിയെങ്കിൽ എനിക്ക് വേദന ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്കൊരു വേദന ഉണ്ടാകത്തില്ല. ഞാൻ ഒത്തിരി വേദനിച്ചു. എത്ര മനോഹരമായിട്ട് എത്രയോ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അനന്തപുരി കൺവെൻഷൻ അല്ലേ. പക്ഷെ ദൈവം അതിനെ എത്രമാത്രം അതിന് വളർത്താൻ ഇന്ന് മനോഹരമായിട്ട് ആ കൺവെൻഷൻ നടക്കുന്നുവെങ്കിൽ, വെട്ടുകാട് പള്ളി നടക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഒന്നായി ജീവിക്കുന്ന കുറേ പേരുണ്ട്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. ഒരിക്കലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത്ര മനോഹരമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എളിമയാണ്, പ്രസംഗിക്കുന്നതല്ല, കൈവച്ചപ്പോൾ സൗഖ്യം കിട്ടിയതല്ല. അതൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് മിഠായി കൊടുക്കുന്ന പോലെ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അല്ലേ. ഇനി സത്യം യേശു എന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും ജസ്റ്റ് പറഞ്ഞ് ഒരു തുടങ്ങിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ആരാണ് യേശു ക്രിസ്തു? ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? ഇത് വാസ്തവത്തിൽ ഞാൻ സെമിനാരികളിൽ നിങ്ങൾക്കറിയാമോ, എൻ്റെ ആത്മീയ ഗുരു പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. അച്ഛൻ പറയാണ്, സെമിനാരിയിൽ പലപ്പോഴും പഠിക്കുന്നത് യേശു ക്രിസ്തു മാർക്ക് കിട്ടാനൊരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, മാർക്ക് കിട്ടാനുള്ള ഒരു വിഷയമായിട്ട് ഈശോയെ പഠിച്ച കാലത്തൊന്നും അച്ഛൻ പറയാണ് എനിക്കൊരു അഭിഷേകവും കിട്ടിയിട്ടില്ല. എന്നാൽ വൈദികനായതിനു ശേഷം ഒരു മാസം ബോംബെയിൽ ഒരു റിട്രീറ്റ് ഉണ്ടായിരുന്നു. ഒരു മാസത്തെ വൈദികരുടെ ഒരു റിട്രീറ്റ്. ആ റിട്രീറ്റ് സംബന്ധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ എന്നോട് ഒന്നായിരിക്കുന്ന, എൻ്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും പങ്കെടുക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുന്നത്. അച്ഛൻ പറയാണ് ആ അനുഭവം. പിന്നീട് മണിക്കൂറുകൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, കൈവിരിച്ചു പിടിച്ച് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എഴുതിയിരിക്കുന്ന എന്തുമാത്രം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നറിയാമോ? കൃത്യം 60 വയസ്സ് അച്ഛൻ മരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ 12B റൂമിൽ കിടന്നുകൊണ്ട് അച്ഛൻ മരിക്കുന്ന സമയം. കിടക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് കേൾക്കണോ പ്രിയപ്പെട്ടവരെ? യൂറിനിൽ ബ്ലഡ് പോകുന്ന അവസ്ഥ, വായിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്, ബാക്കിൽ ഒരു ബെഡ് സോർ വന്നിട്ടൊരു കൊച്ചു തേങ്ങ വെക്കാവുന്ന അത്രയും ആഴത്തിൽ അസ്ഥി കാണത്തക്ക രീതി കുഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഓക്സിജൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്, ഒരു സിലിയിൽ ബ്ലഡ് കയറ്റുന്നുണ്ട്. ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ആ വൈദികൻ ഒരു പുസ്തകം എഴുതി. ഞങ്ങളൊക്കെ എഴുതിയത് പറഞ്ഞു തന്നിട്ട് എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് വേദനയിലും പ്രകാശിക്കുന്ന ദൈവസ്നേഹം. എന്താ പുസ്തകത്തിൻ്റെ പേര്? വേദനയിലും പ്രകാശിക്കുന്ന ദൈവസ്നേഹം. പ്രിയപ്പെട്ട, അതിനകത്ത് അച്ഛനൊരു പുസ്തകം, അതിനകത്ത് 2-3 വലിയൊരു പ്രാർത്ഥനയിൽ 2-3 സെൻറ്റൻസ് ഇതാണ്: ദൈവമേ, പണ്ഡിതരുടെ മുമ്പിൽ താത്വികനായി നിൽക്കുന്ന ക്രിസ്തുവിനെ കിട്ടുമ്പോൾ ഹല്ലേലൂയ പറയുകയും, രോഗശാന്തി നൽകുന്ന ക്രിസ്തുവിനെ കിട്ടുമ്പോൾ ഹല്ലേലൂയ പറയും, കുരിശോട് കൂടി നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പം നിന്നെ അറിയില്ലെന്ന് പറയാൻ എനിക്കിടയായിരുന്നൊക്കെ പറഞ്ഞൊരു നീണ്ട പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈശോയിലായാൽ ഈശോ പോയ വഴി നമ്മൾ പോകണം. പുൽക്കൂട്ടിലെ ജനനം, ദാരിദ്ര്യം, പരദേശവാസം, പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈ പ്രോസസ്സിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകും. ഈ പ്രോസസ്സ് ഇല്ലാതെ ആർക്കും ക്രിസ്ത്യ ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് കുദാശ സ്വീകരിച്ചൊക്കെ ജീവിക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ സ്തോത്രഗീതത്തിൽ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിച്ചാൽ പ്രിയപ്പെട്ട, പിന്നെ നമുക്ക് ഒന്നിലും അസ്വസ്ഥത ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു, ഈ പ്രസംഗം കഴിയുമ്പം കൊച്ചുകുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തീർച്ചയില്ല. കാരണം ഇപ്പം ഞാൻ പോകുന്നപ്പോൾ അത്രയും സിംഗിങ് ആയതാണ്. ദൈവം അനുവദിച്ചു. പ്രിയപ്പെട്ട ജോൺ ബ്രദറും ഡേവിഡ് സാറൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദൈവം എന്തനുവദിച്ചാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, യേശുവിനെ അറിയുമ്പോൾ അല്ലേ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ഉൾച്ചേർന്ന് അറിവ് ലഭിക്കുമ്പോൾ നമ്മളൊക്കെ താഴാൻ തുടങ്ങും. അതുവരെ നമ്മളൊക്കെ അതാണ് ഇതാണെന്നൊക്കെ ധരിക്കും. പക്ഷേ വ്യക്തിത്വത്തിൽ ഉൾച്ചേർന്ന ഒരറിവ് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് ബോധ്യമാകും എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും കൃപയാൽ ലഭിച്ചതാണ് അല്ലേ. നമ്മൾ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും എന്തെല്ലാം ഉണ്ടോ അത് കൃപയാൽ എനിക്ക് ലഭിച്ചതാണ്. നമ്മുടെ സ്വന്തമായി നമുക്കുള്ള നമ്മുടെ പാപങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ദൈവകൃപയാണ്.
നമുക്ക് ഒരു ഗാനം പാടിയിട്ട് നമുക്ക് ഇരുന്ന് മടുത്ത് കാണുമല്ലോ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം പാടിയിട്ട് നമുക്ക് അല്പസമയം കൂടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വചനത്തിലൂടെ ലഭിച്ച ഊർജം ഒട്ടും ചോരാതെ തന്നെ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ശക്തമായി കൈയടിച്ചുകൊണ്ട് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. ആളമേളത്തോടെ ആളഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഒന്ന്, എനിക്ക് എന്നെക്കുറിച്ചുള്ള അവബോധം. എനിക്ക് എന്നെക്കുറിച്ചുള്ള അവബോധം ഒന്ന്. രണ്ട്, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധം. എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധം. മൂന്ന്, ദൈവം എന്നോട് പാലിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള ബോധ്യം. ദൈവം എന്നോട് പാലിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള ബോധ്യം. നാല്, എൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം. എൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം. അഞ്ച്, എൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം. ഇതഞ്ചും എത്രമേൽ ശരിയായിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഏതൊരു മനുഷ്യൻ്റെ ജീവിത വിജയവും കർമ്മോത്സുകതയും ജീവിത സാഫല്യവും എല്ലാം ഈ 5 കാര്യങ്ങളെ ബേസ് ചെയ്താണ്.
അതിലൊന്നാമത്തെ നമുക്ക് എടുക്കാം. 5ഉം 20 എനിക്കറിയില്ല. ഒന്നാമത്തേത് അല്ലേ, എനിക്ക് എന്നെക്കുറിച്ചുള്ള അവബോധം. നിങ്ങൾ ഒരുപക്ഷെ സാഹിത്യകാരൻ പി കേശവദേവന്റെ പുസ്തകം വായിച്ചാൽ അതിനകത്ത് ആത്മകഥയിൽ അദ്ദേഹം 4 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആ ആത്മകഥ എഴുതിയിരിക്കുക. 1, മനുഷ്യജീവിതത്തിൽ ലക്ഷ്യം എന്താണ്? 2, മനുഷ്യജീവിതത്തിൽ ദൗത്യം എന്താണ്? 3, ലക്ഷ്യവും ദൗത്യവും കണ്ടെത്തിയ എത്ര പേരെ താങ്കൾക്കറിയാം? 4, എന്തിനും ജീവിക്കുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എനിക്കറിയില്ല, ദൗത്യം എനിക്കറിയില്ല, ലക്ഷ്യവും ദൗത്യം കണ്ടെത്തിയ ആരെയും ഞാൻ കണ്ടെത്തിയിട്ടില്ല, എന്തിനും ജീവിക്കാൻ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ്. മരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജീവിക്കുന്നു, ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ജീവനും ആത്മാവിലും ഒന്നായി തീർന്നവർക്ക് മാത്രമേ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ജീവിക്കുക, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുകയുള്ളൂ അല്ലേ. അപ്പം ഒന്നാമത്തെ, എനിക്ക് എന്നെക്കുറിച്ചുള്ള അവബോധം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്? പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യൻ്റെയും സ്വയാവബോധം എന്ന് പറയുന്നത്, അല്ലെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് അവനിലുണ്ടാകുക. ഒന്ന്, മറ്റു വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്ത് ഞാനൊരു സ്വയാവബോധം ഉണ്ടാക്കും അല്ലേ. അതിനകത്ത് ഞാൻ കൂടിയവനല്ല, ഞാൻ കുറഞ്ഞവനാണെന്നുള്ള ചിന്തയായിരിക്കും എന്നെ ഭരിക്കാം. ഞാൻ ചിലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കൂടിയ വ്യക്തിയാണെന്ന് എനിക്ക് തോന്നാം, ചിലരുമായിട്ട് കമ്പയർ ചെയ്യും ഞാൻ കുറഞ്ഞ വ്യക്തിയാണെന്ന് നമുക്ക് തോന്നാം അല്ലേ. അതൊക്കെ ഉണ്ടാകും. അപ്പം മറ്റ് സൃഷ്ടികളുമായി കമ്പയർ ചെയ്തുണ്ടാക്കുന്ന ഒരു സ്വയാവബോധം. രണ്ടാമത്തേതെന്ന് പറയുന്നത് സത്തയിൽ എന്നോട് ഒന്നായിരിക്കുന്ന ദൈവമായുള്ള ജീവന്റെ ബന്ധത്തിൽ ഉരുത്തിരുന്ന ഒരു സ്വയാവബോധം. ഇപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി പറയാണ് എൻ്റെ അപ്പൻ്റെ പൊന്നോമന കുട്ടനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അപ്പൻ്റെ പൊന്നോമന മകനാണ് ഞാൻ എന്നൊരു കൊച്ചു പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പനുമായിട്ട് അവൻ അത്രമാത്രം ഹൃദ്യമായ ബന്ധമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയാം, എൻ്റെ അപ്പൻ്റെ പൊന്നോമന കുട്ടനാണ് ഞാൻ എന്ന് പറയാം അല്ലേ. അതേസമയത്ത് ഞങ്ങളുടെയൊക്കെ പാലായിൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് കേൾക്കുന്ന ഒരു സംസാരമുണ്ട്, സ്നേഹിക്കുകയാണെങ്കിൽ പട്ടിയെ സ്നേഹിക്കണം, അത് വാലാട്ടിയാലും കാണിക്കും. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ അങ്ങനെ പറയുക? കാരണം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ പട്ടിയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം പോലും ലഭിക്കാത്തത് കൊണ്ട് പട്ടിയുമായുള്ള ബന്ധത്തിൽ ഉരുത്തിരുന്നൊരു സ്വയാബോധം രൂപപ്പെടുത്തിയിട്ട് പറയുന്ന സെന്റൻസ് ആണത് അല്ലെ, സ്നേഹിക്കുകയാണെങ്കിൽ പട്ടിയെ സ്നേഹിക്കണം. എന്നാൽ എൻ്റെ സത്തയിൽ എന്നോട് ഒന്നായിരിക്കുന്ന ദൈവമായുള്ള ജീവന്റെ ബന്ധത്തിലെത്തുമ്പോൾ മനുഷ്യന് വരുന്ന സ്വയാബോധം എന്താണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ മുഴുവൻ തുടങ്ങുന്ന അങ്ങനെയാണ്. പൗലോസ്ലീഹയുടെ സ്വയാവബോധം എന്തായിരുന്നു നമ്മൾക്കറിയാമല്ലോ. എന്തായിരുന്നു പൗലോസിന്റെ സ്വയാവബോധം? സത്യത്തെ കണ്ടെത്തിയപ്പോൾ പൗലോസിന്റെ സ്വയാവബോധം എങ്ങനെയാ മാറിയേ? ലേഖനം തുടങ്ങുന്ന മുഴുവൻ ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തലനാകാൻ വിളിക്കപ്പെട്ടവനും കർത്താവിന്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനും മറ്റൊന്നും പറയാനില്ല. ഞാൻ ആരാ? ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. ഞാൻ ആരാ? അപ്പസ്തലനാകാൻ വിളിക്കപ്പെട്ടവനാണ്. ഞാൻ ആരാണ്? കർത്താവിന്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ഇതായിരുന്നു പൗലോസിന്റെ സ്വയാവബോധം. ഈശോയെ കണ്ടെത്തുന്നതിന് മുമ്പ് എന്താ പറഞ്ഞേ? ഞാൻ നിയമത്തിന് മുമ്പ് കുറ്റമില്ലാത്തവനാണ്, ഞാൻ ഹൃദയപ്രമാണിയാണ്, ഞാൻ ഗമാലിന്റെ പാദപടിയിൽ നിന്ന് പഠിച്ചവനാണ്, ഞാൻ വലിയവനാണ് അല്ലെ. എന്നാൽ അസ്തിത്വത്തിന്റെയും സർവ്വനന്മയുടെയും സമ്പൂർണതയായ ദൈവിക ജീവനിൽ പൗലോസിന്റെ ആത്മാവ് ആ ജീവൻ പ്രാപിച്ചപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്, ഞാൻ അപ്പസ്തലനാകാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിന്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ഈ ഒരു അവബോധം, അതാണ് സത്തയിൽ എന്നോടൊന്നായിരിക്കുന്ന ദൈവമായുള്ള ജീവന്റെ ബന്ധത്തിലെത്തുമ്പോൾ മനുഷ്യൻ വരുന്ന വ്യത്യാസം. അതാണ്. ഇനി രണ്ടാമത്തേത് അല്ലെ, ദൈവം അല്ലെ, ദൈവത്തെക്കുറിച്ചുള്ള അവബോധം. നിർഭാഗ്യവശാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരു മനുഷ്യനും സന്തോഷം അനുഭവിക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും സന്തോഷിക്കുന്നത് 3 കാര്യത്തിലാണ് അല്ലെ. 1, നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ സന്തോഷിക്കും. 2, നമ്മുടെ ബന്ധുബലത്തിൽ പലപ്പോഴും നമ്മൾ വലിയ പുള്ളിയാന്ന് കാണിക്കുക അല്ലെ പറയുകയൊക്കെ ചെയ്യുന്ന ബന്ധുബലത്തിലുള്ള സന്തോഷം. 3, ശാരീരികമായിട്ടുള്ള നന്മകളെ കുറിച്ചുള്ള സന്തോഷം അല്ലെ. ഇത് ഞാൻ പറയുമ്പോൾ പണ്ടത്തെ ഒരു സിനിമാ നടി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് അറിയത്തില്ലായിരിക്കും. പണ്ടത്തെ ഒരു സിനിമാ നടി ഉണ്ണിമേരി എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അല്ലേ. ഉണ്ണിമേരി എന്ന് പറയുന്ന സഹോദരി. അപ്പൊ നമുക്കറിയാം, അവരൊത്തിരി എന്താ പറയാ, ഒത്തിരി തകർന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പ്രൊഫസറായിരുന്നു ഹസ്ബൻഡ്. പക്ഷെ കുടുംബം ഇതൊക്കെ തറന്ന ആ പട വലിയ പ്രതിസന്ധിയിലൊക്കെ ആയിപ്പോയി. അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇവര്
എങ്ങനെയോ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ചെന്നൊരു സംഭവം ഉണ്ടായി. ധ്യാന മന്ദിരത്തിലെ ആ അന്നത്തെ സാഹചര്യം എത്ര വർഷം മുമ്പാണ് അല്ലേ? ഞാനൊക്കെ ധ്യാനം കൂടിയ 92-ലൊക്കെ ധ്യാനം കൂടുന്ന സമയത്ത് എന്തുമാത്രം ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. അവിടെ കിടക്കാനുള്ള സ്ഥലമോ ബുദ്ധിമുട്ട് ഒത്തിരി മാത്രം കഷ്ടപ്പാടുണ്ടായിരുന്ന സമയം. അപ്പോൾ ഈ സ്ത്രീ അവിടെ ചെന്ന് ധ്യാനത്തിന് ചെന്നപ്പോഴത്തേക്കും ഇവർ അവിടെ കയറി കാണും. ഞാനിങ്ങനെയൊന്നും ജീവിക്കാൻ, എനിക്ക് ഇവിടെ ഇങ്ങനെയൊന്നും കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തുള്ളിച്ചാടി അവിടെ നിന്ന് ഇറങ്ങി. സെക്യൂരിറ്റിയോട് പറഞ്ഞു, ഞാനിപ്പോൾ പോവുക, എനിക്കിപ്പോൾ പോകണം. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ഗേറ്റ് തുറന്നു തരണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ അച്ഛൻ്റെ ഒരു ലെറ്റർ വേണം. അച്ഛനെ കൊണ്ടൊന്ന് അച്ഛൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ എനിക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ പനക്കലച്ഛൻ്റെ അടുത്ത് ഈ സ്ത്രീ ചെന്നു, ഈ സഹോദരി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് പോണേ പൊയ്ക്കോ, നിന്നെ ആരും ഇവിടെ പിടിച്ച് നിർത്തത്തില്ല, നിനക്ക് പോണേ പൊയ്ക്കോ. അപ്പം തന്നെ എഴുതി കൊടുത്തു, അലൗ ഹർ ടു ഗോ ഔട്ട്, അവൾ പുറത്ത് പോകാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷെ പനക്കലച്ഛൻ ഒരു സെൻറ്റൻസ് പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ഓർത്തോണം, നിന്നെ ഇവിടെ കൊണ്ടുന്നത് ആരെങ്കിലും ആണ് നീ ധരിച്ചാൽ അല്ല, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. നിനക്ക് സാധിക്കുമെങ്കിൽ ധ്യാനത്തിരിക്കുക, അല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു. ഏതായാലും ആ സഹോദരി ധ്യാനത്തിരിക്കാൻ തീരുമാനമെടുത്തു. ധ്യാനത്തിൽ ഇരുന്ന് 3-ാമത്തെ ദിവസം കുമ്പസാരത്തിൻ്റെ കുദാശയൊക്കെ സ്വീകരിച്ച് പ്രിയപ്പെട്ട പനിക്കലച്ഛൻ്റെ ബലിയർപ്പണ സമയത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അവർ പങ്കുവെച്ചത് തിരുവല്ലായിൽ കൺവെൻഷൻ്റെ പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും കേട്ടത് ഞാൻ ഓർക്കുന്നു. അവർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം മുളച്ചത് 8-ാം വയസ്സിലാണ്. 8-ാം വയസ്സിൽ ഞാൻ എറണാകുളത്ത് ബേബി ക്യൂനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ബേബി ക്യൂനായിട്ട് തിരഞ്ഞെടുത്തിയ അന്ന് എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം മുളച്ചു. പിന്നീട് എൻ്റെ ജീവിതം എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായിപ്പോയി. നിങ്ങൾക്കറിയാം അല്ലേ, എന്തുവാട്ടെ. പക്ഷേ ഈ ഒരു അനുഭവം അവർ പറഞ്ഞതാണ്, ഒരു TV സ്ക്രീനിൽ കാണുന്ന പോലെ എൻ്റെ ജീവിതം മുഴുവൻ ഫ്ലാഷ് ബാക്ക് എനിക്ക് കാണാൻ പറ്റി. ആ ഒരൊറ്റ ധ്യാനത്തിൽ അവർ തീരുമാനമെടുത്തു. എല്ലാ കരാറുകളും അവർ എഗ്രിമെൻ്റ് സൈൻ ചെയ്തെല്ലാം ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുക. ഇനി ഞാൻ അഭിനയിക്കുന്നുവെങ്കിൽ, ഞാൻ ഡാൻസ് കളിക്കുന്നുവെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനത്തിൽ അണുവിട വ്യതിചലിച്ചില്ല. പിന്നീട് അവർ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമുക്കറിയാം, പൂർണ്ണമായും ഷി ഹാസ് ബീൻ ഇമേഴ്സ്ഡ് ഇൻ ലോർഡ് ജീസസ് അല്ലെ, യേശുവിൽ മുങ്ങി മറിഞ്ഞൊരു ജീവിതത്തിലേക്ക് അവർ വന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോയെ കണ്ടെത്തിയ മനുഷ്യന് വരുന്ന വ്യത്യാസം. പിന്നീട് പുറകോട്ടില്ല അല്ലെ, ഒരു യൂട്ടേൺ ആണ്. പിന്നെ പൂർണ്ണമായും ഈശോയുടെ ദാസി ആയി മാറുന്ന ഒരവസ്ഥ അവർക്കുണ്ടായി. അത് പിന്നീട് അവർ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, നമുക്കറിയാം. ഞാനിത് പറഞ്ഞത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. സത്യം യേശു എന്ന വ്യക്തിയാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും യേശുവാണ് സത്യം. അറിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വത്തിൽ എൻ്റെ വ്യക്തിത്വം ഉൾച്ചേരുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈശോ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ഈശോ ക്ഷമിക്കുന്ന പോലെ തന്നെ ഞാൻ ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ, ഈശോയുടെ ആർദ്രതയും കാരുണ്യവും എന്നിലൂടെ ഒഴുകാൻ തുടങ്ങുമ്പോൾ, അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യം അറിഞ്ഞ വ്യക്തിയായി തീരുക. അപ്പോഴാണ് ഈശോ നമ്മളിൽ പ്രകാശിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറുക. നിർഭാഗ്യവശാൽ ഇന്ന് വലിയ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരൊക്കെ യൂട്യൂബിലിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, സഭയെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഒത്തിരി വേദന. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ വേദനയുണ്ട്. ലോകം മുഴുവൻ ആദരിക്കുമ്പോഴും നീ ഒന്ന് മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹം അല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. നീ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കൃപയാൽ അവൻ നിന്നെ ഉയർത്തിയതുകൊണ്ട് മാത്രമാണ്. ആ സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രേശൊക്കെ പറയും, കർത്താവേ നിന്റെ കൃപയ്ക്ക് മേൽ കിരീടം ചാർത്താൻ എനിക്കിടയാകണമേ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരൻ, ലോട്ടറി വിൽക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ പാവപ്പെട്ട മനുഷ്യനാണ് അല്ലേ, പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, ലോട്ടറി വിൽപ്പനക്കാരനാണ്. ഇവൻ സൈക്കിളിൽ ലോട്ടറി വിൽക്കുന്ന മനുഷ്യനാണ്. ഇവൻ്റെ അടുത്തൊരു ലോട്ടറി വാങ്ങിക്കാനായിട്ട് ഒരാൾ ചെന്നു. അപ്പം ഇവന് ഈ കുറ്റിയെന്ന് കീറി എടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹം ചെന്നയാൾ പറഞ്ഞു, അയ്യോ ഞാൻ പൈസ കൊണ്ടുവന്നിട്ടില്ല, പൈസ നാളെ കൊണ്ടുതരാം. അപ്പം ഈ ലോട്ടറിക്കാരൻ പറഞ്ഞില്ല, താങ്കളൊരു കാര്യം ചെയ്യും, നാളെ വരുമ്പോൾ ഞാൻ ടിക്കറ്റ് മാറ്റി വെച്ചേക്കാം, തന്നേക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 50 കോടി ബമ്പർ പ്രൈസ് അടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവനിത് പലരോടും പറഞ്ഞുവെങ്കിലും കേട്ടവർ പറഞ്ഞു, നീ എന്ത് വേണ്ടണം, അത് കൊടുത്ത് കാശ് വാങ്ങിക്കുക. ശിവൻ പറഞ്ഞു, ഇല്ല, ഞാനൊരു മനുഷ്യനോട് വാക്ക് പറഞ്ഞതാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്തെന്താന്ന് പറയുക, ഈ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ടിക്കറ്റ് കൊടുത്തു. എല്ലാവരും ഓർത്ത് കുറച്ച് പൈസ കൊടുക്കും. 5 പൈസ കൊടുക്കാതെ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പുള്ളി പോയി.
ഇത് പത്രത്തിൽ വന്നപ്പോൾ വി ഗാർഡിന്റെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ ഇത് പത്രത്തിൽ വായിച്ചപ്പം ആ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ 5 ലക്ഷം രൂപ ഈ സൈക്കിളിൽ ലോട്ടറി വിൽക്കുന്ന ആൾക്ക് കൊണ്ട കൊടുത്തു. അതും പത്രത്തിൽ വന്നു. പ്രിയപ്പെട്ട, ഞാനിത് പറഞ്ഞ ഒറ്റ കാര്യത്തിനാണ്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ പറയല്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ച് കൊന്നു, അമ്മയുടെ ആങ്ങളെ വെടിവെച്ച് കൊന്നു. അത് പല സിനിമയിലും ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു വീടാണ്. ഭയങ്കര ഫെലേഷ്യസ് ബിൽഡിങ്, കോടിക്കണക്കിന് രൂപയുടെ വീടാണ്. ഞാൻ അതെന്തുവാട്ടെ, ഈ സഹോദരൻ വെടിവെച്ചത് കൊന്നത് വെറും നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പൈസ സംബന്ധിച്ച കാര്യമായി എന്തുമായിക്കൊള്ളട്ടെ, പൈസ സംബന്ധിച്ച കാര്യമായിരുന്നു. അനിയനെ വെടിവെച്ച് കൊന്നു, അമ്മയുടെ ആങ്ങളെ വെടിവെച്ച് കൊന്നു. ഇന്ന് കോട്ടയം ജില്ലാ ജയിലിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, 50 കോടി രൂപ ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളഞ്ഞ ഈ പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരൻ, മറ്റേത് കോടിക്കണക്കിന് രൂപ അസറ്റുള്ള കുടുംബങ്ങളാണ്. കോടിക്കണക്കിന്, ലക്ഷങ്ങളല്ല, കോടികൾ ആസ്തിയുള്ള കുടുംബമായിരുന്നു. ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ച് കൊന്നു, അമ്മയുടെ ആങ്ങളെ വെടിവെച്ച് കൊന്നു. നമ്മൾ പറയും, വല്ലോ അവർക്ക് വലിയ മനുഷ്യരാ. എന്താ മനുഷ്യരാ? കേരളത്തിൽ നടന്ന മറ്റൊരു കൊലപാതകം, ഞാനിത് പറയും, വേറെ ഒന്നിനും പറയാനല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ, റബ്ബറിന് വില കൂടിയപ്പോൾ കപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് കപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ റബ്ബർ സ്ലോട്ടറിനെടുത്തു. പെട്ടെന്ന് വില താന്നുപോയി. അയാൾ കെഞ്ചി പറഞ്ഞു, പാവപ്പെട്ട മനുഷ്യനാന്ന് ഓർക്കണം, കെഞ്ചി പറഞ്ഞു, സാറേ എനിക്കിത് തരാൻ നിർവാഹമില്ല, എനിക്ക് എവിടുന്ന് ഞാൻ എടുത്തിട്ട് തരും, കുറച്ച് തരണം. ആ പാട്ടം റേറ്റ് കുറയ്ക്കാൻ അയാൾ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം എന്താ സംഭവിച്ചത് നമ്മളൊക്കെ പത്രത്തിൽ കണ്ടു അല്ലേ? കുത്തിക്കൊന്നു ഈ ഓണറെ, വെട്ടുകാരൻ കുത്തിക്കൊന്നത് പത്രത്തിലൊക്കെ വന്നു. അതെന്തുവാ? ഞാനിത് പറഞ്ഞ് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് എന്നും പള്ളിയിൽ പോകുന്നവരാ, ഉദാശയം സ്വീകരിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്, ദ റെസ്റ്റ് വിൽ ബി ആഡഡ്. ആദ്യം നീ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. ഇത് അല്ലാതെ, ഇത് ചെയ്യാതെ ഒരു മനുഷ്യനും ആത്മീയതയിൽ വളരത്തില്ല. അത് ഈശോയുടെ വാഗ്ദാനമാണത് അല്ലേ? സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്, ദ റെസ്റ്റ് വിൽ ബി ആഡഡ്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. ബാക്കിയെല്ലാം ചേർക്കപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർക്കുന്നു, ഞാൻ 5 വർഷം പഠിപ്പിച്ച ഒരു പയ്യൻ സാജു വർഗീസ്, ഞങ്ങളുടെ വിജയപുരം രൂപതയിലെ ഒരു പ്രിയപ്പെട്ട മകനാണ്. ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടിലൊക്കെ പഠിച്ചു വന്ന പയ്യനാണ്. അവനെ ഡിഗ്രിക്കും PGക്കും ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. അവനൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് SI പോസ്റ്റ് ഇൻ്റർവ്യൂ കോൾ കിട്ടി, പക്ഷെ സാറിന് അറിയാമല്ലോ എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് റെക്കമെൻഡേഷൻ ആളില്ല. ഞാൻ പറഞ്ഞിടൂ സാജു, തനിക്കുള്ള അത്ര റെക്കമെൻഡേഷൻ വേറെ ആർക്കുമില്ല, തനിക്ക് മുടക്കാവുന്ന അത്രയും പൈസ മുടക്കാവുന്നവരും വേറെ ആരുമില്ല. അപ്പോൾ അവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, മോനെ, നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ആരാന്നറിയാമോ? സർവ്വ അധികാരങ്ങളുടെയും പൂർണ്ണതയായ ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവാണ് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, മോനെ, നിനക്ക് വേണ്ടി പൈസ മുടക്കാൻ പോകുന്നത് സകല സമ്പത്തിന് ഉടയവനായവൻ, ഉദ്ധാനം ചെയ്ത് നിന്ന് ജീവിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവാണ് നിനക്ക് വേണ്ടി പൈസ മുടക്കാൻ പോകുന്നത്. നീ ധൈര്യമായിട്ട് ഇന്റർവ്യൂവിന് പോവുക. എന്നിട്ട് ഞാൻ 2-3 മിനിറ്റ് ടെലിഫോണിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എൻ്റെ 3 പിള്ളേർക്ക് അന്ന് SI പോസ്റ്റ് കിട്ടി. സാജു വർഗീസ്, ഹരി വിദ്യാധരൻ. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ 3 കുഞ്ഞുങ്ങൾ ഇന്ന് DYSPമാരാണ്. ഞാൻ അവനോട് ഒറ്റ സെൻറ്റൻസോ പറഞ്ഞുള്ളൂ, മോനെ, നീ ഈ ഡിപ്പാർട്ട്മെൻ്റ് ആയ ഏത് നിമിഷവും നമുക്ക് തളർന്നു പോകാം, പല രീതിയിൽ ഡൈവേർട്ട് ചെയ്യപ്പെടാം. നിന്നെ ഇങ്ങനെ തന്നെ കാണണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക. നിന്റെ ആ കൃപയുടെ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ. അവർക്ക് അവന് SI പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ശമ്പളത്തിൽ നിന്നും 2000 രൂപ വെച്ച് കൊടുത്തു വിട്ട് ഞങ്ങളുടെ മറ്റൊരു MAക്ക് പഠിച്ചൊരു പയ്യനെ പഠിപ്പിച്ചതൊക്കെ കാര്യം ഞാൻ ഓർക്കുന്നു, നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന ഈശോ, ആ യേശു എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ യേശുവിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. നമുക്കറിയാം, നാളെ നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുകയാണ് അല്ലേ? 10 ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. എന്താണ് സ്വർഗാരോഹണം എന്ന് പറയാമോ? എന്താണ് സ്വർഗാരോഹണം എന്ന് പറയാമോ? ഞാൻ ഇത് ഒരു ഇതായിട്ട് പറയല്ല കേട്ടോ. സ്വർഗാരോഹണം എന്താണെന്ന് പറയാമോ? ചൂടെ ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അതായത് പ്രിയപ്പെട്ടവരെ, ഞാനിത് സെമിനാരി വല്ലപ്പോഴും പോകുമ്പോൾ എടുക്കുന്ന ഒരു ക്ലാസ്സാണിത്. അത് ഇപ്പോൾ എടുക്കാൻ സമയമില്ല, 5 മണിക്കൂർ എടുക്കുക ക്ലാസ് എടുക്കണമെങ്കിൽ. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? ആരാണ് യേശു ക്രിസ്തു? പ്രിയപ്പെട്ടവരെ, 6 ഘട്ടത്തിൽ, ഞാൻ ആ ഘട്ടത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ ഇത്രയും മനസ്സിലാക്കുക. 6 ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഈശോ അറിയുക. 1, സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അടിത്തറയായ ദൈവവചനം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട്. അതിൻ്റെ റെഫറൻസ് ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് വീട്ടിൽ ചെന്ന് വായിക്കണമേ. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു, അവനെ കൂടെ അവൻ സൃഷ്ടിക്കപ്പെട്ടില്ല, സകലത അവന് സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ലോകത്തിന് പ്രകാശമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന് പ്രകാശമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ റെഫറൻസ് എഴുതിയെടുക്കുക. അതിനകത്ത് ഇത്രേ ഉള്ളൂ, സൃഷ്ടപ്രപഞ്ചത്തിന്റെ അടിത്തറയായ ദൈവവചനം. വചനത്തിലാണ് പ്രിയപ്പെട്ടവരെ അമ്പലവും പള്ളിയും മോസ്കും ഞാനും നിങ്ങളും ക്രിസ്ത്യൻസും ഹിന്ദുസും മുസ്ലിംസും എല്ലാം വചനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 2 4 എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യക്ക് വെളിയിൽ എവിടെ ചെന്നാലും 2 2 4 അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന 100 രൂപ നോട്ട് അത് റിസർവ് ബാങ്ക് അടിച്ചിറക്കിയതാണെങ്കിൽ അത് നിനക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് ആർക്കും നിഷേധിക്കാം. കാരണം അത് റിസർവ് ബാങ്ക് ആ നോട്ടിൻ്റെ ആ നോട്ട് എന്ന് പറയുന്നത് വെറും ഒരു കടലാസ് കഷ്ണമാണ്. അതിൻ്റെ മൂല്യം എന്തുകൊണ്ടാണ്? അതിന് തത്തുല്യമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ചും ഗോൾഡും റിസർവ് ബാങ്ക് കീപ്പ് ചെയ്തിട്ടാണ് ഇത് അടിച്ചിറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വിലയുള്ളത്, അല്ലേ? അപ്പോൾ ആ പേപ്പർ വെറും പേപ്പറാണ്, പക്ഷേ അതിൻ്റെ മൂല്യം റിസർവ് ബാങ്ക് അതിൻ്റെ എമൗണ്ട് അതിന് തത്തുല്യമായ ഫോറിൻ എക്സ്ചേഞ്ചോ ഗോൾഡോ ഒക്കെ സ്വർണ്ണമൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് അത് അടിച്ചിറക്കി. അതുകൊണ്ടാണ് മൂല്യമുള്ളത്, അല്ലേ? അതെന്തുവാട്ടെ. അപ്പം നമ്മൾ പറഞ്ഞത് ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ അടിത്തറയായ ദൈവവചനം, വചനത്തിലാണ് പിതാവായ ദൈവം സകലത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹിന്ദുവും വചനത്തിലാണ്, ക്രിസ്ത്യനും വചനത്തിലാണ്, മുസ്ലിംസും വചനത്തിലാണ്, ജൈനമതക്കാരും ബുദ്ധമതക്കാരും എല്ലാവരും വചനത്തിലാണ്. അതല്ലെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റുന്നത്, കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യമാണ്. അപ്പം പ്രപഞ്ചത്തിന്റെ അടിത്തറയായ ദൈവവചനം, അതാണ് ഈശോ അറിയുന്ന 1-ാമത്തെ ഘട്ടം. 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത് സ്നേഹാർദ്രനായി വ്യക്തിപരമായ സ്നേഹം നൽകി എൻ്റെയും നിങ്ങളുടെയും പക്കലേക്ക് കടന്നു വരുന്ന ഈശോ, അല്ലെ? പാപിനിയായ സ്ത്രീയെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോ, സഖ്യബോസിനെ വ്യക്തിപരമായി അവന്റെ ഭവനത്തിൽ ചെന്ന് കണ്ട് രക്ഷ നൽകുന്ന ഈശോ, ഒറ്റക്കെടുത്ത യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ സഭയുടെ തലവനാക്കി ഉയർത്തിക്കൊണ്ട് വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹം ഒരു പൊതുവായ സ്നേഹമല്ല. പൊതുവായ സ്നേഹത്തെ ദൈവം സ്നേഹിക്കുന്നു, അതോടുകൂടി ദൈവത്തിന്റെ സ്നേഹം വ്യക്തിപരമാണ്. ഇപ്പൊ സപ്പോസ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എല്ലാ ഇന്ത്യക്കാരെയും ഒരു സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊതുവായി വേണേൽ നമുക്ക് പറയാം, അല്ലേ? പക്ഷേ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരാൾ കയറി ചെന്ന് എന്താ പറ്റും? പോലീസ് പിടിച്ചിറക്കി പുറത്തു വിളക്കി വിടും, അല്ലേ? എന്നാൽ ദൈവം സ്നേഹിക്കുന്ന അങ്ങനെ പൊതുവായ സ്നേഹത്തിനല്ല. ദൈവത്തിന്റെ സ്നേഹം വ്യക്തിപരമാണ്, അല്ലേ? അതാണ് ഒറ്റക്കെടുത്ത് യൂദാസിനെ സ്നേഹിത എന്നാണ് ഈശോ വിളിക്കുക. തള്ളിപ്പറഞ്ഞ പത്രോസിനെ സഭയുടെ തലവനാക്കി മാറ്റിക്കൊണ്ടാണ് വ്യക്തിപരമായി സ്നേഹിക്കുക, അല്ലേ? പാപിനിയായ സ്ത്രീക്ക് പാപമോചനം നൽകിക്കൊണ്ട് അവൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി കരയുന്ന ഒരു ദൈവം ഈ ലോകത്തിൽ ഏതെങ്കിലും സങ്കല്പ ദൈവങ്ങൾ പോലും ഒരു പാപിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ഈ ലോകത്തിൽ ഒരേ ഒരു ദൈവം, കർത്താവ് യേശു ക്രിസ്തു, അല്ലെ? അവൻ പാപിക്ക് വേണ്ടി കരയുകയും പാപിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നവനാണ്, അല്ലേ? ആണോ? ഇങ്ങനെ വാദിച്ചേ, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാപിക്ക് വേണ്ടി വാദിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? എല്ലാവരും ഇട്ടിട്ട് പോയി, കല്ലിട്ടിട്ട് പോയി, അല്ലേ? ആരും അറിയാനില്ല. വ്യക്തിപരമായിട്ടാണ് ഈശോ, പ്രിയപ്പെട്ട ജോൺ ബ്രദറിനെയും പാപിയായ എന്നെയൊക്കെ വ്യക്തിപരമായി ഈശോ സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹം വ്യക്തിപരമാണ്, അല്ലേ? അതുകൊണ്ടാണ് യൂദാസിനെ ഒറ്റക്കൊടുക്കാൻ പോകുന്ന ഒരുത്തനെ സ്നേഹിത എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം വ്യക്തിപരമായി അവനെ സ്നേഹിക്കുന്നു, അല്ലേ? ഈ വ്യക്തിപരമായ സ്നേഹം നമ്മൾ അനുഭവിക്കാഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരായ തെറ്റ് ചെയ്യുന്നതെല്ലാം. കാരണം എന്തുകൊണ്ട്? എൻ്റെ വാക്കുകളല്ല, 1 യോഹന്നാൻ 3:8-10 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻസിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് പൗലോസ് യോഹന്നാൻസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പാപം ചെയ്യുന്നവൻ പിശാച് എന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്. ദൈവത്തിന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല.
പാപം ചെയ്യാൻ അവന് സാധ്യവുമല്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അല്ലേ? When the Holy Spirit is in you, it is impossible for you to do any sin. ഒരു കൊച്ചു തെറ്റ് പോലും, ചിന്തയെ പോലും തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ ഈശോയോട് ഐക്യപ്പെടുമ്പോൾ. എൻ്റെ വാക്കുകളല്ലാതെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. അല്ലേ? പാപം 1 യോഹന്നാൻ 3:8-10, യോഹന്നാൻ 1 ലേഖനം 3-8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പാപം ചെയ്യുന്നവൻ പിശാച് എന്നുള്ളവനാണ്, എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്. ദൈവത്തിന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാനോ സാധ്യവുമല്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അല്ലേ? പരിശുദ്ധാത്മ നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചു തെറ്റ് പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ? പക്ഷേ നമുക്കറിയാം, പൗലോസ് റോമൻസ് 7 എഴുതി വെച്ചിരിക്കുന്ന പോലെ, ആഗ്രഹിക്കത്തിന്മയല്ല ആഗ്രഹിക്കത്തിന്മ ഞാൻ ചെയ്യുന്നു, ആഗ്രഹിക്കാത്തിന്മ ഞാൻ ചെയ്യുന്നുവെങ്കിൽ എന്താ പൗലോസ് എഴുതിയിരിക്കുക? ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് അത് ചെയ്യുക. അല്ലേ? അപ്പൊ പാപം എന്നൊരു തത്വം എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ഈ ആരെനിക്ക് മോചനം നൽകും? പൗലോസ് പറയുന്നുണ്ട്. അല്ലേ? പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ അറിയുന്ന 3-ാമത്തെ ഘട്ടം. ഈശോയുടെ അറിയുന്ന 3-ാമത്തെ ഘട്ടം. ഇത് ഞാൻ അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗം അത് പൂർണ്ണമാകത്തില്ല. നമ്മളൊക്കെ ഈയിടെ ഈസ്റ്റർ ആഘോഷിച്ചതേ ഉള്ളൂ. അല്ലേ? ഈസ്റ്റർ ആഘോഷിച്ചു, സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു, ഇനി നാളെ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുകയാണ്. എന്താണ് ഈസ്റ്റർ? എന്താ ഈസ്റ്റർ വാസ്തവത്തിൽ? എന്താണ് ഈശോയുടെ കുരിശിൽ നടന്നത്? ഇത് നമ്മൾ ആഴത്തിൽ അറിയണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആനന്ദം, പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശിൽ എന്ത് നടന്നു? ഇത് അവനിലേക്ക് നോക്കണം. നമ്മൾ നോക്കി ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കുരിശിൽ ഈശോ 5 അടിമത്തിൽ നിന്നാണ് മനുഷ്യന് മോചനം നൽകിയത്. 5 അടിമത്തിൽ നിന്നും. 1 പാപത്തിന്റെ അടിമത്തം, 2 മരണത്തിന്റെ അടിമത്തം, 3 സാത്താന്റെ അടിമത്തം, 4 വിപരീത വികാരങ്ങളുടെ അടിമത്തം, 5 സാമൂഹ്യ ബന്ധങ്ങൾ തകർന്നതിന്റെ അടിമത്തം. ഈ 5 അടിമത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മോചിപ്പിച്ചുവാൻ പാപത്തിന്റെ അടിമത്തം, മരണത്തിന്റെ അടിമത്തം, സാത്താന്റെ അടിമത്തം, വിപരീത വികാരങ്ങളുടെ അടിമത്തം, സാമൂഹ്യ ബന്ധങ്ങൾ തകർന്നതിന്റെ അടിമത്തം. ഈ 5 അടിമത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയുടെ കുരിശിൽ താഴെ നിൽക്കുന്ന യോഹന്നാൻ. അല്ലേ? യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ കുരിശിന്റെ താഴെ, കുരിശ് മരണ സമയത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം യോഹന്നാൻ ശ്ലീഹ കുരിശിന്റെ താഴെ ഉണ്ടായിരുന്നു. യോഹന്നാൻ ശ്ലീഹ പറയുന്നൊരു വചനമുണ്ട്. എന്താ പറയാ? അവന്റെ മാർവിൽ കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. ഇത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്താ പറഞ്ഞേ? അവന്റെ മാർവിൽ കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. ഇത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, രക്തം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എവിടെയൊക്കെ റെഫറൻസ് ഉണ്ടോ അതിന്റെ അർത്ഥം ദൈവിക ജീവൻ എന്നാണ്. രക്തം എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ. വെള്ളം, കാറ്റ്, തീ എന്നൊക്കെ പറഞ്ഞ റെഫറൻസ് എന്തിന്റെ റെഫറൻസാ? വെള്ളം, കാറ്റ്, തീ എന്നൊക്കെ പറഞ്ഞ എന്തിന്റെ റെഫറൻസ് ആണെന്ന് പറയാമോ? പരിശുദ്ധാത്മാവിന്റെ റെഫറൻസ്. അല്ലേ? അവന്റെ മാർവിൽ കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. എന്നിട്ട് പറയാണ്, ഇത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തുന്നു. കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ അനുഭവിക്കുക എന്നാണ് അർത്ഥം. ഈശോയുടെ കുരിശുമരണ സമയത്ത് യോഹന്നാൻ ശ്ലീഹയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്താ അനുഭവം? യേശുവിന്റെ ആത്മാവിലും യേശുവിന്റെ ജീവനിലും ഒന്നായി തീർന്ന അനുഭവം. ഈ അനുഭവം യോഹന്നാൻ ശ്ലീഹയ്ക്ക് മാത്രമല്ല ഉണ്ടായേ. അവിടെ നിന്ന് അത്രയും നേരം ഈശോയെ ചവിട്ടാനും വെട്ടാനും ഉടുതുണി പോലും ഉരിഞ്ഞു മാറ്റാനും കൂട്ടുനിന്ന ശതാധിപൻ അപ്പം വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറഞ്ഞേ? സത്യമായവൻ ദൈവത്തിനായിരുന്നു. എപ്പോഴവൻ വിളിച്ചു പറഞ്ഞേ? യേശുവിന്റെ ആത്മാവും യേശുവിന്റെ ജീവനും അവനിലേക്ക് നിവേശിപ്പിക്കപ്പെട്ട അനുഭവം ഉണ്ടായപ്പോൾ അവൻ പറയാണ്, ദൈവമേ, സത്യമായവൻ ദൈവത്തിനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. എനിക്ക് ഇടതുകൈയും വലതുകൈയും ഉണ്ട്. അല്ലെ? എനിക്ക് ഇടതുകൈയും വലതുകൈയും ഉണ്ട്. ഇടതുകൈയും വലതുകൈയും ഒന്നായിരിക്കുന്നത് എന്തുകൊണ്ടാ? എനിക്ക് എൻ്റെ ഈ ഇടതുകൈയും വലതുകൈയും ഒന്നായിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറയാമോ? അത് ഒരു ആത്മാവ്, ഒരു ജീവന് നിലനിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെ? ഇനി നമ്മുടെ ന്യൂമാൻ കോളേജിലെ TJ ജോസഫ് സാറിന് സംഭവിച്ച പോലെ, സപ്പോസ് ഒരു കൈ വെട്ടി മാറ്റിയെന്ന് ഓർക്കുക. ഒരു കൈ എൻ്റെ വെട്ടി മാറ്റിയെന്ന് ഓർക്കുക.
വെട്ടിമാറ്റിയാൽ നമുക്ക് പറയാം ദാറ്റ് വാസ് എ പാർട്ട് ഓഫ് മൈ ബോഡി. അവിടെ കിടക്കുന്ന ആ പീസ് കണ്ട് നമുക്ക് പറയാൻ പറ്റും അതെൻ്റെ ശരീരമായിരുന്നു, ഇപ്പോൾ എൻ്റെ ശരീരമല്ല. എന്തുകൊണ്ടാണ് അല്ലാതായി പോയേ? എൻ്റെ ആത്മാവിൻ്റെ ജീവനും അതിലില്ല. എൻ്റെ ആത്മാവിനും എൻ്റെ ജീവനും അതിലുണ്ടായിരിക്കണമെങ്കിൽ ഒറ്റ ശരീരമായിരുന്നേനെ. അതിന് വെട്ടിമാറ്റിയപ്പോൾ എൻ്റെ ആത്മാവും ജീവനും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ശരീരമായിരുന്നു, ഇപ്പോഴല്ല. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുകയാണ്, അവനെ സ്വീകരിച്ചവർക്ക്, യോഹന്നാൻ 1:12, അവനെ സ്വീകരിച്ചവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാവാൻ അവൻ കഴിവ് നൽകി. എപ്പോഴാ? ഈ കുരിശിൽ വെച്ച്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ. മനുഷ്യവർഗം ആസച്ച്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കാരണം പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ എളുപ്പം കട്ടിയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് പറഞ്ഞില്ല, അത് ശരിയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗം ആസച്ച് ഒറ്റ സ്പീഷീസാണ്. അവൻ അമേരിക്കക്കാരനാണ്, ഇന്ത്യക്കാരനാണ്, ഗൾഫിലുള്ളവനാണ്, എവിടുത്തുകാരനും ആയിക്കോട്ടെ, ഏത് മതസ്ഥനും ആയിക്കോട്ടെ, മനുഷ്യവർഗം ആസച്ച് ഒറ്റ സ്പീഷീസാണ്. എന്നാൽ ഇവിടെ നിൽക്കുന്ന ഓരോ ചെടികളും ഓരോ സസ്യങ്ങളും ഓരോ സ്പീഷീസാണ്. അതിലേക്കൊന്നും പോകണ്ട. ഓരോ മൃഗങ്ങളും ഓരോ സ്പീഷീസാണ്. പക്ഷെ മനുഷ്യൻ ആസച്ച് ഒറ്റ സ്പീഷീസാണ്. ഈ ഒറ്റ സ്പീഷീസായ മനുഷ്യവർഗത്തിലേക്ക് യേശു തൻ്റെ ആത്മാവിനെയും ജീവനെയും നിവേശിപ്പിച്ചുകൊണ്ട് ഓരോ മനുഷ്യരും ഒന്നായി തീർന്നു കുരിശിൽ. ഈ സദ്വാർത്തയാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുക. കുരിശിൽ വെച്ച് യേശു ഒറ്റ സ്പീഷീസായ മനുഷ്യവർഗത്തിലേക്ക് തൻ്റെ ആത്മാവിനെയും ജീവനെയും ഇൻഡിപെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഓരോ മനുഷ്യരും ഒന്നായി തീർന്നു. എന്നാൽ ഈ സത്യം വിശ്വസിച്ച് സ്വീകരിച്ച് അംഗീകരിച്ച് എൻ്റെ ജീവിതത്തെ മുഴുവനായി അവന് കാഴ്ചവെക്കുന്നുവെങ്കിൽ മാത്രമേ എനിക്കിത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുക 1:12, അവനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. ആരാണ് ദൈവമക്കൾ എന്ന് റോമൻസ് 8:14 പറയുന്നുണ്ട്. ആരാ ദൈവമക്കള്? റോമൻസ് 8:14 എന്താ പറയാ? ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്, അല്ലെ? ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈശോ കുരിശിൽ വെച്ച് യേശു സകല അടിമത്തിൽ നിന്ന് മനുഷ്യന് മോചനം നൽകിക്കൊണ്ട് മനുഷ്യവർഗത്തെ മുഴുവനും പിതാവിനോട് അനുരഞ്ജിപ്പിച്ച് ആദ്യ മാതാപിതാക്കളായിരുന്ന അതേ അവസ്ഥയിലേക്ക് ഉയർത്തി നമ്മളെ പർദീസയിലാക്കിയ നിമിഷമാണ് കുരിശ് മരണം. വിശ്വസിക്കാമോ? അത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സത്യമാണ് ഇന്ന് പലപ്പോഴും വചനവേദിയിൽ കേൾക്കാറില്ല. ആഴമുള്ള സത്യമാണ്, എളുപ്പമല്ല മനസ്സിലാക്കാൻ. പക്ഷേ ഈ സത്യം ഉള്ളിൽ പതിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ശക്തരും ധീരനുമായി നമ്മൾ മാറും. പിന്നെ ഒരു ശക്തി, പൗലോസിലെ പറഞ്ഞ പോലെ, ഹിയർ ആഫ്റ്റർ നത്തിങ് ക്യാൻ പ്രിവെന്റ് മീ ഫ്രം ദിസ് ലവ് എന്ന് പറയുന്ന ആ ഒരു വലിയ കൃപയുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും, സത്യത്തിന്റെ സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത് അവൻ പ്രപഞ്ചത്തിന് നാഥനും ചരിത്രത്തിന് നായകനുമായി അക്ഷയം, ലഘുത്വം, ദീപ്തം, സൂക്ഷ്മം എന്ന അവസ്ഥയിൽ ഉയർത്തപ്പെട്ടതാണ് ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുക. ഇനി സ്വർഗാരോഹണം എന്ന് പറയുന്നത് അതാണ് ഉയർപ്പെന്ന് പറയാം. ഉയർപ്പെന്ന് പറയുന്നത്, അല്ലെ, കുരിശിലൂടെ മനുഷ്യവർഗത്തെ മുഴുവനും സംയോജിപ്പിച്ച് ഈശോ ഉദ്ധാനം ചെയ്തപ്പോൾ മനുഷ്യവർഗത്തെ മുഴുവനും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈശോ ഉദ്ധാനം ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ഉദ്ധിതനായ ക്രിസ്തുവിലാണ് വസിക്കുന്നത്. ഇത് പറയുമ്പോൾ പെട്ടെന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതുകൊണ്ട് ഇന്ന് പറഞ്ഞു പോട്ടെ, അല്ല പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലോ. എന്താണ് നമ്മുടെ മാമോദിസ എന്നറിയാമോ? എന്താണ് മാമോദിസയ്ക്ക് ഒരു കുഞ്ഞിനെ നമ്മൾ കൊണ്ടുപോകുമ്പം, കുഞ്ഞിനെ മരിക്കാൻ കൊണ്ടുപോകാൻ നമ്മൾ ആരെങ്കിലും പറയുമോ? കുഞ്ഞിനെ മരിക്കാൻ കൊണ്ടുപോകാന്ന് പറയുമോ? മാമോദിസയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയുമോ? ഇല്ലയോ? ഇല്ല. പക്ഷെ പറയണം. എൻ്റെ വാക്കുകളല്ല. എന്താണ് മാമോദിസ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. എന്താ മാമോദിസ? റോമൻസ് 6:3, റോമാലേഖനത്തിൽ 6:3 പൗലോസ് എഴുതി വെച്ചിരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ 4-ാമത്തെ വചനം പറയാം, അങ്ങനെ അവന്റെ മരണത്തോട് സദൃശമായ മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, ക്രിസ്തു മരിച്ചതിന് ശേഷം
പിതാവിന്റെ മഹത്വത്തെ ഉയർത്തെഴുന്നേറ്റ പോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാമോദീസ എന്ന് പറഞ്ഞാൽ ഈശോയോട് ചേർന്ന് മരിച്ച്, ഈശോയോട് ചേർന്ന് സംസ്കരിക്കപ്പെട്ട്, ഈശോയോട് ചേർന്ന് ഉത്ഥാനം ചെയ്ത വ്യക്തിയാണ് ഞാനും നിങ്ങളും. നമ്മൾ മാമോദീസ സ്വീകരിച്ച് നമ്മൾ എങ്ങനെ ആയിരിക്കണമായിരുന്നു? സ്നാപക യോഹന്നാനെ പോലെ ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ നമ്മളിലെ അഹംമമഭാവം വളർന്നപ്പോൾ അല്ലെ അവനെ നമ്മൾ സപ്രസ് ചെയ്ത് മാറ്റിവെച്ചു. അതാണ് ഇവിടുത്തെ അനന്തപുരി കൺവെൻഷൻ തകർന്നു പോയത് അല്ലെ. പക്ഷെ അത് ഉയർപ്പാക്കി മാറ്റി. വെട്ടുകാട് അത് ഉന്നതമായ ഉയർപ്പാക്കി ദൈവം മാറ്റി. അങ്ങനെയൊന്നും തകരുന്നതല്ല ഈ വചനം. കാരണം പൗലോസ് ചോദിക്കുന്നില്ലേ, when God is with you, who will be against? ദൈവം നിന്റെ പക്ഷത്തേക്ക് ആരും നിനക്കെതിരെ നിൽക്കും? തകരത്തില്ല പ്രിയപ്പെട്ടവരെ, തകർക്കാൻ പറ്റത്തില്ല. കാരണം വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. അത് തകരത്തില്ല, അത് ഉയർപ്പായും ഉയരുന്നോണ്ടേയിരിക്കും അല്ലേ. നമ്മൾ തിരിച്ചറിയണം. ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത് അവൻ പ്രപഞ്ചത്തിന്റെ നാഥനും ചരിത്രത്തിന്റെ നായകനുമായി അക്ഷയം, ലഘുത്വം, ദീപ്തം, സൂക്ഷ്മം എന്ന അവസ്ഥയിൽ രൂപാന്തരപ്പെട്ടതിനാണ് ഈശോയുടെ ഉയർപ്പെന്ന് പറയുക. ഇനി ഈശോയുടെ സ്വർഗാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വർഗാരോഹണ തിരുനാൾ ജസ്റ്റ് ആഘോഷിച്ചതുള്ളൂ, പക്ഷേ അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടിയ, എങ്കിലും മനസ്സിലാക്കാൻ, ഇത്രയും മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അവൻ്റെ സ്വർഗാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനുഷ്യവർഗത്തെ മുഴുവൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല സ്വീകരിക്കാൻ എനിക്കറിയാം, എങ്കിലും നമ്മൾ മനസ്സിലാക്കാം. ഈ കുരിശിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു പറഞ്ഞാൽ എളുപ്പമാണോ വിശ്വസിക്കാൻ? ഇല്ല, വിശ്വസിക്കാൻ എളുപ്പമല്ല. അവൻ്റെ കുരിശിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. അവൻ മരിച്ചപ്പോൾ മനുഷ്യവർഗത്തെ മുഴുവൻ ഉൾച്ചേർത്തുകൊണ്ടാണ് മരിച്ചത്. അവൻ സംസ്കരിക്കപ്പെട്ടപ്പോൾ മനുഷ്യവർഗത്തെ മുഴുവൻ ഉൾച്ചേർത്തുകൊണ്ടാണ് അവൻ സംസ്കരിക്കപ്പെട്ടത്. അവൻ ഉത്ഥാനം ചെയ്തപ്പം മനുഷ്യവർഗത്തെ മുഴുവൻ ഉൾച്ചേർത്തുകൊണ്ടാണ് ഉത്ഥാനം ചെയ്തത്. അതിനുശേഷം അവൻ മനുഷ്യവർഗത്തിന്റെ തലയായി നിന്നുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു അഭിഷേകമാണ് അപ്പസ്തോല പ്രവർത്തനം 3:32 നമ്മൾ വായിക്കുക അല്ലേ. 2:32 വായിക്കുക. അപ്പസ്തോല പ്രവർത്തനം 2:32. പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട, ഉത്ഥാനം ചെയ്ത് ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടവൻ ഈ അഭിഷേകം പിതാവിൽ നിന്ന് സ്വീകരിക്കുന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യവർഗത്തിന്റെ തലയായി നിന്നുകൊണ്ട് ഈശോയുടെ മനുഷ്യ വ്യക്തിത്വത്തെ ദൈവമഹത്വം അതിൻ്റെ പൂർണ്ണതയെ നിറഞ്ഞത് പങ്കുവെച്ച് തരുവാൻ എൻ്റെയും നിങ്ങളുടെയും പക്കലേക്ക് കടന്നു വരുന്നതിനെയാണ് സ്വർഗാരോഹണ തിരുനാളെന്ന് പറയുക. ഇത് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഞാൻ, പക്ഷേ ഇത്രയും മനസ്സിലാക്കുക. സ്വർഗാരോഹണ തിരുനാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഈശോ ഇങ്ങനെ അങ്ങ് പോയെന്നുള്ള അർത്ഥം അവൻ്റെ മനുഷ്യ വ്യക്തിത്വത്തിൽ ദൈവമഹത്വം അനാദി മുതലേ ദൈവമായ സമാനതയിൽ കൈവിടിഞ്ഞവൻ ദാസനായി വന്നവനാണ് അല്ലേ. അതേ പൂർണ്ണതയെ, മഹത്വത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഉയർത്തപ്പെട്ടവൻ ആ മഹത്വം പങ്കുവെച്ച് തരുവാൻ എൻ്റെയും നിങ്ങളുടെ പക്കലേക്ക് കടന്നു വരുമ്പം ഇരുകരങ്ങളും നീട്ടി, ഇതാ ഞാൻ ദാസൻ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ പറയുന്നവനാണ് സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുക. അവൻ തൻ്റെ സർവ്വമഹത്വത്തോട് നമ്മൾ ജീവിക്കുന്നതിനാണ് സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി പരിശുദ്ധാത്മ അഭിഷേകം, മനുഷ്യവർഗത്തിന് തലയായി നിന്നുകൊണ്ട് ഈശോ സ്വീകരിച്ച ഈ അഭിഷേകം അല്ലേ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ തല കാറിനുള്ളിലാണെങ്കിൽ ഉടൽ എവിടെയായിരിക്കും? കാറിനുള്ളിൽ തന്നെ ആയിരിക്കും അല്ലേ. തല മാത്രമായിട്ട് കാറിനുള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പം കർത്താവ് ശിരസിൽ സ്വീകരിച്ച, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ തലയായി നിന്നുകൊണ്ട് സ്വീകരിച്ച ഈ അഭിഷേകം ശിരസിൽ നിന്നാണ് ശരീരത്തേക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരിക എന്ന് പറയുന്ന പോലെ അവൻ ശിരസിൽ സ്വീകരിച്ച ഈ അഭിഷേകം സകല മനുഷ്യരിലേക്കും പകരപ്പെട്ടു. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ഈ സത്യം ഞാൻ വിശ്വസിച്ച് സ്വീകരിച്ച് അംഗീകരിച്ച് എന്നെ വ്യവസ്ഥ കൂടാതെ ഇതാ ഞാൻ ദാസൻ, ഇതാ ഞാൻ ദാസി, നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ എന്ന് മാത്രമുള്ള സമർപ്പണത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ അനുഭവമായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഇതുകൊണ്ടാണ് ഈശോ, ഇത് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിചയിച്ച് തൻ്റെ കുരിശുമാൻ്റെ പിന്നാലെ വരട്ടെ അല്ലേ. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ പറഞ്ഞത്, ഈശോയിൽ ആയിക്കഴിഞ്ഞാൽ പുൽക്കുട്ടിലെ ജനനം, ദാരിദ്ര്യം, പരദേശവാസം, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആത്മാഭിഷേകം നാളെ പെന്തക്കോസ്ത്. എന്തുകൊണ്ടാണ് ഈ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം ശിശുമാർ പ്രാർത്ഥിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ച 10 ദിവസം? 5 ദിവസം പോരായിരുന്നോ? അല്ലെ 1 ദിവസം പോരായിരുന്നോ? എന്തുകൊണ്ടാണ് 10 ദിവസം എടുത്തേ? പറയാമോ? എന്തുകൊണ്ടാണ് 10ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് തിരുനാൾ അവർ ആഘോഷിക്കുക അല്ലേ? എന്തുകൊണ്ടാണ് 10 ദിവസം എടുത്തേ? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, 10 ദിവസം എടുക്കാൻ കാരണം അവരിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാൻ, പൂർണ്ണമായി ഈശോയുടെ മാത്രമായി തീരുവാൻ 10 ദിവസം എടുത്തു. അതുകൊണ്ടാണ് ആ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയത്, ഒരു വിശ്വാസഭാവന നമ്മളത് കാണണം. പത്രോസ് ഒരു പരിചാരകരുടെ മുമ്പിൽ പോലും എന്ത് പറഞ്ഞേ?
ഞാനും ഇവനെ അറിയില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് അതേ പത്രോസ് ഈ ആത്മാഭിഷേകം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ഗുരുവിനെ തറച്ച പോലെ തറയ്ക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് എന്നെ തല കീഴാക്കി തറച്ചാൽ മതി. ഗുരുവിനെ തറച്ച പോലെ തറയ്ക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അതാണ് ആത്മാഭിഷേകത്തിന്റെ അടയാളം എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ശിഷ്യന്മാർ മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ഈശോയുടെ കുരിശുമായി പോയപ്പോൾ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നേ? ഒരു യോഹന്നാൻ ശ്ലീഹായും ഏതാനും ഭക്തജനങ്ങളും പരിശുദ്ധ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. ആരുമില്ലായിരുന്നു വേറെ അല്ലേ? പഠിപ്പിച്ചു കൊണ്ടുവന്ന ശിഷ്യഗണങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോയി. പക്ഷേ ആത്മാഭിഷേകത്തിന് ശേഷം നമുക്കറിയാം, ആത്മാഭിഷേകത്തിന് ശേഷം എന്താ സംഭവിച്ചേ? അതേ പേടി തൊണ്ടന്മാരായിരുന്ന ശിഷ്യന്മാരെല്ലാം ശക്തരും ധീരനുമായി ഉയർത്തപ്പെട്ട് അല്ലെ? അതിലൊരാളാണ് തോമാസ് ലീഹ ഭാരതത്തിലൊക്കെ വന്നത്, കേരളത്തിലൊക്കെ വന്നത് അല്ലേ? അവര് പിന്നെ മരണമേ നിന്റെ വിഷയമുണ്ട്. നിങ്ങൾക്കറിയാമോ, ചരിത്രം പറയുന്നത് ഈശോയുടെ ശിഷ്യന്മാരിൽ 12 പേരിൽ 11 പേരും കൊല ചെയ്യപ്പെട്ടവരാണ്. ഒരാളൊഴിച്ച് യോഹന്നാൻ സ്ലീഹ മാത്രമാണ് കാരണം പല പ്രാവശ്യം കൊല്ലപ്പെടാനുള്ള സാധ്യതയിലൂടെ പല വിവരങ്ങളൊക്കെ ഏറ്റെങ്കിലും മരിച്ചില്ല. വാർദ്ധക്യ സഹജമായിട്ട് മരിച്ച ഒരേ ഒരാള് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയാണെന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യേശു അവൻ നമ്മുടെ നാഥനായി, രാജാവായി, ഭരണകർത്താവായി നമ്മൾ വസിച്ചാൽ ഞാനും നിങ്ങളും ശക്തരും ധീരരുമായിരിക്കും. ഒരു ശക്തിക്ക് മാറ്റാൻ പറ്റത്തില്ല. മരണങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, വിരുദ്ധാനുഭവങ്ങളുണ്ടാകും. ഈശോ അടുത്തും പറഞ്ഞിട്ടില്ല നിനക്ക് 2 നില മാളികയും നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല പിള്ളേരും മക്കളെല്ലാം തരാമെന്ന്, ജോലി തരാമെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും ഈശോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈശോ ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? എന്ത് തരാമെന്നാ ഈശോ പറഞ്ഞേ? അയ്യോ, അത് പറയണേ, അല്ലെ നാളെ നമ്മളെങ്ങനെ ആഘോഷിക്കാം? പരിശുദ്ധാത്മാവിനെ തരാം എന്നല്ലേ? പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം മനുഷ്യവർഗത്തിന് നൽകുന്ന സ്നേഹസമ്മാനം യേശു ക്രിസ്തു ആണെങ്കിൽ, യേശു മനുഷ്യൻ നൽകുന്ന സ്നേഹസമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ശക്തരും ധീരനുമായി തീരും. ഒരു ശക്തിക്കും എന്നെ മാറ്റാൻ പറ്റത്തില്ല. നമ്മളെ രോഗമുണ്ടാകും, തകർച്ച ഉണ്ടാകും, വേർപാടുകളുണ്ടാകും. ഞാൻ ഓർക്കുന്നു, എൻ്റെ 2ാമത്തെ കുഞ്ഞ്, അവളിപ്പോൾ ഇവിടെ കാര്യവട്ടത്ത് PhD ചെയ്യുന്നുണ്ട്. PhD സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഗസ്റ്റ് ലെക്ചറായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് വേട്ടെ, ഓക്കെ. ഞാൻ ഓർക്കും, അവൾക്ക് 3.5 വയസ്സുള്ളപ്പം വൈക്കത്ത് വെച്ച്, വൈഫിൻ്റെ വീട് വൈക്കത്ത് വെച്ചൊരു കാർ ആക്സിഡൻറ്റ് പിന്നീടുണ്ടായി. അവൾ നടന്നു പോയപ്പോൾ ഞങ്ങളൊരു പള്ളിയിൽ ഇതുപോലെ ഒരു 3 ദിവസത്തെ, ഞാനും വൈഫും കൂടെ 3 ദിവസത്തെ ധ്യാനം നടത്തിയൊരു പള്ളി. അപ്പം പള്ളിയിൽ ഒരു ഫംഗ്ഷനായിരുന്നു, വീട്ടിലൊരു ഫംഗ്ഷനായിരുന്നുകൊണ്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കുഞ്ഞു പിള്ളേരെല്ലാം കൂടെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ മോള് പള്ളിയും വീടും അടുത്താണ് നടന്നു പോയെ. അപ്പം പോയപ്പോൾ ഒരു വണ്ടി ഇടിച്ചു, കൊച്ചിനെ വണ്ടി ഇടിച്ചു. അപ്പം ഞങ്ങൾ അച്ഛനായിട്ട് വർത്താനം പറഞ്ഞാൽ അല്പം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ 10-15 കൊച്ചു പിള്ളേരുണ്ട്, എല്ലാവരും കൂടെ നടന്നു പോയപ്പോഴാണ് ഇവിടെ വണ്ടി ഇടിക്കാം. പ്രിയപ്പെട്ട, ഞാനിത് പറഞ്ഞത് അപ്പം പെട്ടെന്ന് ബ്രദറിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബെറ്റർ ടേക്ക് ടു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊച്ചിനെ കൊണ്ട് ലൈറ്റ് ഇട്ട് ഓണടിച്ച് പോകുന്ന സമയത്ത് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, 1974 എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ ഇതുപോലെ ആക്സിഡൻറ്റ് മരിക്കുന്നു. അദ്ദേഹത്തിന് 2 ചെവിയിലും ബ്ലീഡിങ് ഉണ്ടായി, കണ്ണിന് ബ്ലീഡിങ് ഉണ്ടായി. അദ്ദേഹം അടുത്ത ദിവസം രാവിലെ 6:10 ജാനുവരി 10, 1974 6:10 AM അദ്ദേഹം മരിക്കുന്നു. ഇതേപോലെ മോളെ കൊണ്ടുപോയപ്പോൾ അവിടെ 2 ചെവിയിലും ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 8 സ്റ്റിച്ചിൻ്റെ വലിയൊരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിനെ കൊണ്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് പ്രാർത്ഥിച്ചെന്നറിയാമോ? ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോൾ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, ഈശോയെ, കുഞ്ഞ് മരിച്ചാലും ജീവിച്ചാലും നിന്നിലാണ്, എന്ത് സംഭവിച്ചാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനഃശക്തിക്കോ തപശക്തിക്കോ തത്വശാസ്ത്രത്തിനോ മനഃശാസ്ത്രത്തിനോ യോഗാഭ്യാസത്തിനോ ഒന്നും ഈ വിമോചനം മനുഷ്യൻ തരാൻ പറ്റത്തില്ല അല്ലേ? ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന കർത്താവ് യേശുക്രിസ്തു മനുഷ്യ ആത്മാവിൽ നിറയുമ്പോൾ അവൻ ചോദിക്കും, മരണമേ നിന്റെ വിഷമുള്ള എവിടെ? അവന് ചോദിക്കാനുള്ള ആന്തരികമായ ശക്തി കിട്ടും. പ്രിയപ്പെട്ട, ഇതാരും ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലേ? അതാണ് ആത്മാഭിഷേകം എന്ന് പറയുക. ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും ശക്തി അല്ലേ? അതാണ് പൗലോസ്ലിയ. നിങ്ങൾക്കറിയാമോ, പൗലോസ്ലിയയുടെ ശിരസ് ഛേദിച്ചാണ് കൊല ചെയ്യപ്പെട്ടത്. പൗലോസ്ലിയയുടെ ശിരസ് കണ്ടിച്ച് കളഞ്ഞാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ശിരസ് 4 പൊങ്ങിച്ചാടി എന്ന് എൻ്റെ ആത്മീയ ഗുരു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ 4 ഉറവ് പൊട്ടിപ്പുറപ്പെട്ടു. ഇന്നും അതുണ്ടെന്നാണ് പറയുക. പ്രിയപ്പെട്ട, ഞാനിത് പറഞ്ഞത് ശക്തരും ധീരനുമായി നമ്മൾ മാറും യേശു ഉള്ളത്തിൽ വസിക്കാൻ തുടങ്ങിയാൽ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിച്ച്, അവനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം
ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. ആരാണ് ദൈവമക്കൾ? പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരാണ്. ഈ ഉന്നതമായ സത്യം ഞാൻ ഓർക്ക്, ദൈവമേ, ഈ ഉന്നതമായ സൗഭാഗ്യം കിടന്നിട്ട് മനുഷ്യതറിയാതെ എന്തുമാത്രം അസ്വസ്ഥരായിട്ടാണ് ജീവിക്കുക, അല്ലേ? കുടുംബജീവിതത്തിലാണെങ്കിലും സാമൂഹ്യ ബന്ധങ്ങളിലാണൊക്കെ എന്തുമാത്രം അസ്വസ്ഥകളാണ്. സഭയിൽ എന്തുമാത്രം, പ്രത്യേകിച്ച് സിറമലബാർസിൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എന്നും സോഷ്യൽ മീഡിയ ഞാനൊക്കെ ഞാനത് പറഞ്ഞാൽ കരഞ്ഞു പോകും. കാരണം എന്തുമാത്രം ദൈവത്തെ യൂദാസ് ചെയ്തതിലും വലിയ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വൈദികർ പോലും ബിഷപ്പ്മാർ പോലും. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണെന്നറിയാമോ? എന്തുമാത്രം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അഞ്ചാമത്തേതാണ് നമ്മൾ പറഞ്ഞ എന്താ പറയുക സ്വർഗാരോഹണം. ആറാമത്തെ ഘട്ടമാണ് രണ്ടാം വരവ്, അല്ലേ? അതിലേക്ക് ഞാൻ പോകുന്നില്ല. മനുഷ്യരും മാലാഖമാരും ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഈ കൃപ സ്വീകരിച്ച് ദൈവം എല്ലാവർക്കും എല്ലാമായി തീരുന്ന രണ്ടാം വരവ് അപ്പോസ്തല പ്രവർത്തനം പത്രോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവർത്തനം 2:28 തോന്നുന്നു ഇത് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഒറ്റ കാര്യം നമ്മൾ ചെയ്യുക. ഈശോയെ, ഞാനിതാ നിന്റെ ദാസനായി ജീവിക്കാൻ എൻ്റെ സ്വയത്തെ കാഴ്ചവെക്കുന്നു. നീ എന്നെ മുഴുവനായി ജീവിച്ച് പ്രകാശിക്കുവാൻ. ഞാൻ ഈശോ ഈ അടുത്ത കാലത്ത് വന്ന 2 സന്ദേശം കൂടി ഞാൻ പറയുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതായിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഈശോ പഠിപ്പിച്ച ഒരു സത്യം ഇതാണ്: നിന്റെ പ്രാർത്ഥന എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാകുന്നത് വരെയും നിന്റെ അന്തരംഗം അസ്വസ്ഥമായിരിക്കും. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന നിനക്കറിയാമല്ലോ. അമ്മ എന്താ പ്രാർത്ഥിച്ചേ? ഇതാ ഞാൻ ദാസി, നിന്റെ വചനം അനുഭവിക്കട്ടെ. അത് എവിടെ മുതൽ എവിടെ വരെയാ? പുൽക്കുട് മുതൽ ഗാഗുൽത്ത വരെയും ഒരേ സമർപ്പണം. എന്നിട്ട് ഈശോ പറഞ്ഞു, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ഇത് തന്നെ നിന്റെ പ്രാർത്ഥനയായി തീരുമ്പോഴാണ് നിന്റെ അന്തരംഗം സ്വാതന്ത്ര്യം പ്രാപിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ പ്രാർത്ഥന, ഈശോയുടെ പ്രാർത്ഥന, പിതാവേ എൻ്റെ ഇഷ്ടം നടത്തരുതെന്നുള്ള ഈശോയുടെ പ്രാർത്ഥന, അത് തന്നെ നമ്മളും പ്രാർത്ഥിക്കാൻ തുടങ്ങും ഈ സത്യത്തോടെ ഏകീഭവിക്കുമ്പം. ഇന്ന് എനിക്ക് ഒറ്റ പ്രാർത്ഥനയോട്, എൻ്റെ ഈശോയെ, ഞാനോ എൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ മൂലം ഒരിക്കലും നിന്റെ മുഖം വികലമാക്കപ്പെടാൻ ഇടയാകരുന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ. നിന്റെ ദാസിദാസരായി മാറ്റണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ഈശോ സന്ദേശം അടുത്ത കാലത്ത് നൽകിയ സന്ദേശം ഇതായിരുന്നു: നീ ബലി അർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഞാനും നിങ്ങളും നമ്മൾ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നീ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ അമ്മ കുരിശിൻ്റെ താഴെ നിന്ന് എങ്ങനെ ബലിയർപ്പിച്ചോ, ഗാഗുൽത്തായിലെ കുരിശിൻ്റെ താഴെ നിന്ന് എങ്ങനെ ബലിയർപ്പിച്ചോ, അതേ തീവ്രതയിൽ, അതേ തീഷ്ണതയിലാണ് നീ ബലിയർപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സന്ദേശം കിട്ടിയതിന് ശേഷം ഞാൻ അവർക്ക് ഒരു ദിവസം പോലും, ഒരു നിമിഷം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറയും. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? 33 വർഷമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ 2-3 ദിവസവും കൊറോണ വന്ന് പള്ളിയെല്ലാം അടച്ചിട്ടപ്പോഴും വിജയവരം രൂപതയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഷിയച്ഛന് ഞങ്ങൾ രാത്രി 10 മണിക്ക് അച്ഛൻ സങ്കീർത്തിൽ ഞങ്ങൾ 2-3 പേർക്ക് വേണ്ടി ബലിയർപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കൊറോണയും വന്നില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു രോഗാണു ലോകത്തെ മുഴുവൻ നിർത്തിയില്ലേ, അല്ലേ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ചൈതന്യം നമ്മളെ നിറഞ്ഞാൽ അതിൻ്റെ പവർ എന്തായിരിക്കും എന്നറിയാമോ? ഒരു ശക്തിക്കും കീഴടക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഈ ശക്തി സൗജന്യമായി അവൻ തരുന്നതാണ്, അല്ലേ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും, അല്ലേ? നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ കൃപയുടെ ചൈതന്യം സൗജന്യമായി തരുന്നതാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും ഓർക്കും, ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനി കേരളത്തിൽ അവിടെയൊക്കെ ഒത്തിരി ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും പലരും എന്നോട് പറഞ്ഞു, സാറേ 2018 ഓഗസ്റ്റ് 15 കർത്താവ് വെള്ളപ്പൊക്കം അയച്ച് മനുഷ്യനെ ശിക്ഷിച്ചു, 2020 കൊറോണ അയച്ച് ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു. പ്രിയപ്പെട്ടവനെ, എത്രയോ അക്രൈസ്തവ ചിന്തയാണെന്നറിയാമോ? സാത്താൻ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് സാത്താൻ അത് ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു എന്നും മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കൊണ്ട് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ കുരിശിൽ അവൻ തെളിയിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയാമോ? അവൻ കുരിശിൽ ചെയ്യുന്ന 5 പ്രവർത്തികളുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. നിന്ദനങ്ങളും പരിഹാസങ്ങളും ചവിട്ടും തുപ്പും അടിയേക്കുമ്പോഴും അവൻ്റെ അന്തരംഗം പ്രാർത്ഥനയും പിതാവുമായി ഒന്നായിരുന്നു. അവൻ ഒന്നാമത് ചെയ്തതാണ്, അവൻ്റെ അന്തരംഗം പ്രാർത്ഥനയും പിതാവുമായി ഒന്നായിരുന്നു. രണ്ടാമത് അവൻ കുരിശിൽ ചെയ്തെന്താ? ജീവനെ സമ്പൂർണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത് അവൻ ചെയ്തത് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടിരുന്നു. നാലാമത് അവൻ ചെയ്തത് ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, എന്താ ചെയ്തേ? മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു, അല്ലേ? പിതാവ് ഇവർ ചെയ്യുന്നതെന്നറിയാം, ഇവരോട് ക്ഷമിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അഞ്ചാമതായി എന്താ ചെയ്ത്? ഉപദ്രവിച്ചവരുടെ പാപങ്ങളും ശാപങ്ങളും ദുരിതങ്ങളും ശിക്ഷാവിധികളും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ പാപപരിഹാര ബലിയായിത്തീരുന്നു. 5 പ്രവർത്തികൾ
അതുകൊണ്ടല്ലേ അവൻ്റെ കുരിശിലെ വചനം നമ്മൾ ഓർത്തു നോക്കിയേ. ഒന്നാമതായി കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞ 7 മൊഴികൾ അല്ലേ? എന്താ അവൻ പറഞ്ഞേ? പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാം, ഇവരോട് ക്ഷമിക്കണമേ. ഒന്നാമതായി പറഞ്ഞു. രണ്ടാമതായി കുരിശിലെ മൊഴി എന്തായിരുന്നു? ഇന്ന് നീ പരദീസയിൽ എന്നോട് കൂടി ആയിരിക്കും. വലതുവശത്തെ കള്ളനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മൂന്നാമത് എന്താ പറഞ്ഞേ? ഇതാ നിന്റെ അമ്മയെന്ന് യോഹന്നാനോട്, ഇതാ നിന്റെ മകനെന്ന് പരിശുദ്ധ അമ്മയോട് അറിയിച്ചത്. രണ്ടാമത്തെ മംഗളവാർത്ത കുരിശ് അറിയിക്കുന്നു. നാലാമതാവൻ എന്താ ചെയ്തേ? ഏൽ ഏൽ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു? അഞ്ചാമതാവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് കോഴഞ്ചേരിയിലെ മനോഹരമായ ഒരു ദേവാലയം, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു ദേവാലയമുണ്ട്. സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ ആത്മാക്കൾക്ക് അല്ലെ എനിക്ക് ദാഹിക്കുന്നു ഈശോ പറഞ്ഞപ്പം അത് വേറൊന്നിനു വേണ്ടിയിട്ടുള്ള ദാഹമായിരുന്നു, എനിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹമാണ് അല്ലേ? അങ്ങനെ ഒരു വൈദികൻ ആ ദാഹം ഉണ്ടായപ്പോൾ ആ വൈദികൻ എന്നോട് വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ ഇന്ന ദിവസം കോഴഞ്ചേരി വരുമ്പോൾ ഒന്ന് കാണണം, നമുക്ക് കോഴഞ്ചേരി ഒരു പള്ളി വേണം പറഞ്ഞു. ഞാൻ പോയി എന്നോട് പറഞ്ഞു അടുത്ത ശനിയാഴ്ച ഞാൻ വരുമ്പോൾ സ്ഥലം കണ്ടുവെക്കണം. ഞാനൊരു 10 സ്ഥലം കണ്ടുവച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മനോഹരമായ ഒരു ദേവാലയം അവിടെ ഉണ്ടായി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു പാവപ്പെട്ട വൈദികൻ വന്ന് എത്ര വയസ്സുണ്ടെന്ന് കേൾക്കണോ? 92 വയസ്സിലാണ് ഈ വൈദികൻ വരുന്നത്. 103 വയസ്സ് വരെ ആ വൈദികൻ ജീവിച്ചു. 5 വർഷം എൻ്റെ കൂടെ ബുധനാഴ്ച രാത്രികളിൽ എന്നോട് താമസിച്ചു. പ്രിയപ്പെട്ടെ, ഇന്ന് അതിമനോഹരമായൊരു ദേവാലയം അവിടെ വന്നു. കാരണം ഈശോയുടെ ദാഹം ആ വൈദികൻ ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ടവരെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. അതാണ് ഈശോ അഞ്ചാമതായി പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു. ആറാമതായി കുരിശിൽ ഈശോ എന്താ പറഞ്ഞേ? എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് തരാനുള്ളതെല്ലാം ദൈവം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ തരണേ എന്നുള്ള പ്രാർത്ഥനയ്ക്കപ്പുറം നമ്മൾ മനസ്സിലാക്കണം. എഫെസോസ് 2:19 നമ്മൾ വായിക്കുന്നുണ്ട്, ഇനിമേൽ നിങ്ങൾ ആരാ? ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാണ്, അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അവിടുത്തെ ആലയമായി നിങ്ങളും അവന് പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ. അതുകൊണ്ടാണ് റോമൻസ് 8 പറഞ്ഞത്, മക്കളെങ്കിലും അവകാശം, ദൈവത്തിന് അവകാശവും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശവും. നമുക്ക് നിർത്താം. സ്നേഹിച്ചോയെ, അങ്ങ് തിരുസന്നിധിയിൽ ഏറ്റവും അയോഗ്യനും പാപിയുമായ എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയിലായിരിക്കാൻ തന്ന നിമിഷം ഓർത്ത് നന്ദി പറയുന്നു. ഇതിലേക്ക് എൻ്റെ പ്രിയ ആത്മസുഹൃത്തായ പ്രിയപ്പെട്ട ജോൺ ബ്രദർ വിളിച്ചുകൊണ്ടാണല്ലോ എനിക്കിവിടെ വരാൻ പറ്റിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡേവിഡ് സാറും മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒത്തിരി പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും പേര് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അവരുടെയൊക്കെ ആ വലിയ സ്നേഹമാണല്ലോ ദൈവമേ ഇന്ന് ഈ കൂട്ടായ്മയിൽ പാപിയായി എനിക്കായിരിക്കാൻ സാധിച്ചത്. ഈ നിമിഷങ്ങളിൽ പാപിയായ എൻ്റെ അധരങ്ങളിലൂടെ നീ സംസാരിച്ചതിനോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, എന്തെങ്കിലും നന്മ ഇവിടെ ഉണ്ടായെങ്കിൽ നിൻ്റെ കൃപയാണെന്ന് ഞാൻ കൊച്ചുരഹസ്യ പറഞ്ഞതുപോലെ കർത്താവെ, നിൻ്റെ കൃപയ്ക്കിന്മേൽ ഞാൻ കിരീടം ചാർത്തുന്നു. എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടായെങ്കിൽ അതെൻ്റെ സമർപ്പണക്കുറവാണ് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവെ, നിൻ്റെ കൃപ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ മാതാവേ, നാളെ പെന്തക്കോസ്ത് തിരുനാളിന് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ നവമയ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച ശിഷ്യരെ പോലെ ഞങ്ങളും ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് ഈ ലോകത്തിന് മറക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മുഖം യഥാർത്ഥത്തിൽ അനാവരണം ചെയ്യുന്ന വിശുദ്ധരായി തീരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിൻസെന്റ്